അങ്ങനെ എനിക്ക് ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലൈഫിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്റെ ലൈഫ് വെറുതെ വേസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഭയങ്കര നെഗറ്റിവിറ്റി അടിച്ചിരുന്ന് അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വന്ന സമയത്താണ് വീണ്ടും ഡ്രോയിങ് വരച്ചു തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേജസ് ഒക്കെ സെർച്ച് ചെയ്ത് വന്നപ്പം ഇൻസ്റ്റയിൽ ആസ് യൂഷ്വൽ നമ്മളൊരു ഇത് സെർച്ച് ചെയ്ത് ആ ടോപ്പിക് റിലേറ്റഡ് ആണല്ലോ പിന്നെ വരുന്നത്. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ സാറിന്റെ ഒരു ആഡ് വന്നു. മുന്നേ ബേസിക് ഇല്ലായിരുന്നു. ഈ ബേസിക് പഠിക്കാനായിട്ട് എനിക്ക് അറിയുന്ന 2-3 ആർട്ട് ടീച്ചേഴ്സിനോട്, നമ്മുടെ സ്കൂളിൽ ആർട്ട് പഠിക്കുന്ന സാർമാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരോടൊക്കെ ഞാനിങ്ങനെ പറയും, സാർ കഷ്ടമുണ്ട്, എനിക്ക് ബേസിക് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു. മാം ഓൾറെഡി വരയ്ക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ബേസിക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഉള്ളിൽ എപ്പോഴും ഒരു വിഷമാണ്, അയ്യോ എനിക്ക് ബേസിക് അറിയത്തില്ല, അപ്പൊ ഞാൻ ചെയ്യുന്ന തെറ്റാണോ, പുറത്തുനിന്ന് ഒരാൾ കാണുമ്പം ഇത് ഇങ്ങനെയാണോ ചെയ്യുന്നത്, അപ്പൊ ഞാൻ ചെയ്യുന്ന ഡ്രോയിങ് പുറത്ത് കാണുമ്പോൾ എല്ലാവരും ഓ ഈ കൊച്ചു വരയ്ക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് ആ ഒരു ഇത് തുടങ്ങിയപ്പോഴാണ് ഓക്കെ, ഓരോന്ന് വരയ്ക്കുന്നതും ഓരോരുത്തരുടെ ആ ഒരു ലേണിംഗ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. എല്ലാരും വരയ്ക്കുന്നതും ശരിയല്ല, എല്ലാരും വരയ്ക്കുന്നതും തെറ്റല്ല. നമ്മളിപ്പോ പഠിച്ചു വരുന്നതനുസരിച്ച് ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായ രീതി ഉണ്ടത്, അവരേതാണ് അഡോപ്റ്റ് ചെയ്തത് ചെയ്യുന്നത് അതാണ് ശരിയുള്ളത്. അപ്പം ആ ഒരു ലേണിംഗിൽ വെച്ചിട്ട് അത് അഡോപ്റ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും കുറച്ചും കൂടെ ആ ഒരു ലേണിംഗ് ബേസിസിൽ ഇപ്പൊ ഹാച്ചിങ് ആണെങ്കിലും മുന്നേ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഇട്ട് ഹാച്ച് ചെയ്തുകൊണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് ഹാച്ച് ചെയ്ത് ആ ഒരു ലെവലിൽ വരുന്നതേ ഉള്ളൂ. പിന്നെ സാറ് പറഞ്ഞ കണക്ക് പല ടൂൾസ് യൂസ് ചെയ്യുന്നത് ഞാൻ കുറച്ച്, കാരണം മുന്നേ ഈ ടൂൾസിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഉള്ളിൽ എപ്പോഴും അയ്യോ ആ ടൂൾ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അതിനെ വരയ്ക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ ടൂൾ ഇല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ ഒരു ചിന്തയുണ്ട്. അത് പക്ഷേ സാർ ഫസ്റ്റ് ലെസണിൽ അത് പറയുന്നുണ്ടല്ലോ, HB പെൻസിലും പേപ്പറും മാത്രം മതി, വേറെ ഒന്നും യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതിൽ വരച്ച് അതിന് ഞാൻ ഒരു പോർട്രേറ്റ് ആക്ച്വലി വരച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ HB പെൻസിൽ മാത്രം യൂസ് ചെയ്തത്. ആ ഹെയറിന്റെ ഷെയ്ഡിങ്ങിന് മാത്രമാണ് ഞാൻ 3B 4B എന്തോ യൂസ് ചെയ്തത്. അപ്പം അതിന് ഓക്കെ എനിക്ക് ആ HB പെൻസിൽ വെച്ചിട്ടും പോർട്രേറ്റ് ഒക്കെ വരയ്ക്കാം എന്നുള്ളൊരു കോൺഫിഡൻസും സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കറക്റ്റ് ആയിട്ട് വന്നത്. പിന്നെ ഇപ്പൊ ടെക്സ്ചർ, വാല്യൂ, പാറ്റേൺസ്, ലൈൻസ്, ഇതെല്ലാം എലമെന്റ്സ് ഓഫ് ആർട്ട് ഞാൻ ക്ലാസ്സിൽ ചെന്ന് പിള്ളേരുടെ അടുത്ത് പറയും. കഴിഞ്ഞ ദിവസം ഞാൻ വരച്ച ഒരു ഡ്രോയിങ് പിള്ളേർ ഓ മാം ഇങ്ങനെയൊക്കെ വരയ്ക്കുമോ എന്നൊക്കെ പിള്ളേർ ചോദിച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ വരയ്ക്കാന്നുള്ളതേ ഉള്ളൂ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ലൈൻസ് പഠിക്കും. മാം വി നോ ടു ഡ്രോ ലൈൻസ് എന്ന് പറഞ്ഞ പിള്ളേർ വന്നു. അപ്പൊ ഞാൻ നിങ്ങൾ ഇത് വരച്ചു നോക്കണം. ആദ്യം നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ ഫ്രീ ഹാൻഡ് വരച്ചു നോക്കണം, പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ വരച്ചു നോക്കണം, പിന്നെ ഡയഗണൽ വരച്ചു നോക്കണം, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരച്ചു നോക്കണം, പിന്നെ നിങ്ങൾ കർവ്ഡ് ലൈൻസ് വരച്ചു. അപ്പൊ ഞാൻ എന്റെ ഒരു പീരീഡ് ഞാൻ കളഞ്ഞിട്ട് ഞാൻ അതിനു വേണ്ടി ഞാനത് ഡിവോട്ട് ചെയ്തിട്ട് ഞാനത് ചെയ്തു. അയ്യോ മാം ഇത് വരയ്ക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളിത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 വീക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്റെ അടുത്ത് വന്ന് പറയണം. ഇത് സ്കൂൾ അടയ്ക്കുമെന്നത് ഞാൻ കൊടുത്തിട്ടൊക്കെയാ വന്നത്. അപ്പൊ അത്രയും ഇപ്പൊ എനിക്കത് പഠിച്ചത് കൊണ്ട് എനിക്കത് പിള്ളേർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വരയ്ക്കും എന്ന് അറിയാവുന്നത് കൊണ്ടിട്ട് സ്കൂളിൽ വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റെഫി ആർട്ട് ക്ലാസ് എടുക്കാവോ എന്ന് ചോദിച്ചു ക്ലാസ്. അപ്പൊ ഞാൻ പറഞ്ഞു മാം ഞാൻ വരയ്ക്കും, ഞാൻ നോക്കി വരയ്ക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ബേസിക്സ് ആയിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പഠിക്കാത്തൊരു കാര്യം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഫർ ആക്ച്വലി റിജക്ട് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്തെങ്കിലും. പിന്നെ അല്ലാതെ ഇപ്പം എന്റെ അടുത്ത് ഇപ്പം കുഞ്ഞു grade 1 കുട്ടികളുണ്ട് ക്ലാസ്സിൽ. അപ്പം അവർക്ക് ഇത് കണക്ക് ഫ്രീ പീരിയഡ്സ് ഒക്കെ കിട്ടുന്ന ടൈമിൽ അവർക്ക് ഡ്രോയിങ്സ് ഇട്ടിട്ട് അവർക്ക് വരച്ചു കൊടുക്കും. അപ്പം ആദ്യത്തെ കുറേ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ബേസിക് ഷേപ്സ് വരച്ചിട്ട് അവരടുത്ത് കോപ്പി ചെയ്ത് വരയ്ക്കാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു പടം എടുത്തു, ഞാൻ യു ഓൾറെഡി നോ വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ദ ബേസിക് ഷേപ്സ്, നൗ യു ടെൽ മീ ദ ബേസിക് ഷേപ്സ് ആൻഡ് യു ഡ്രോ എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക്. അപ്പൊ അവരും അത് ആക്ച്വലി വരയ്ക്കുന്നത്, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ജേണി നേരിട്ട് കാണുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം സ്റ്റെഫി ഉണ്ട്. സ്റ്റെഫി എങ്ങനെയാണ് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് പഠിച്ചെടുത്ത്
എങ്ങനെയാണ് ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഇമ്പ്രൂവ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് സ്പെഷ്യലി നമ്മുടെ മറ്റുള്ള സ്റ്റുഡൻസിന് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ആക്ഷൻ എടുക്കുന്നവരാണ് എന്നും ലൈഫിൽ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ആക്ഷൻ എടുക്കുന്നവർ തന്നെ അവരെടുത്ത ആക്ഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം സ്റ്റെഫിയെ വെൽക്കം ചെയ്യുന്നു. സ്റ്റെഫി വന്നിരിക്കുന്നത് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമിലോട്ടാണ്. അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ, എന്താ ചെയ്യുന്നത്, ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഒന്ന് പറയാമോ? എന്റെ പേര് സ്റ്റെഫി. ഞാൻ UAE ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് സ്കൂളില്. കൊല്ലത്തുനിന്നാണ്, നാട്ടില് കൊല്ലത്താണ്. വീട്ടില് മമ്മിയുണ്ട്, സിസ്റ്റർ ഉണ്ട്. പിന്നെ സിസ്റ്റർ മാരീഡ് ആണ്. അങ്ങനെ കുറച്ച് നാളായിട്ട് ഞാനിപ്പോ UAE സെറ്റിൽഡ് ആണ്. എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ ലാംഗ്വേജ് ഇംഗ്ലീഷ്. യെസ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഞാൻ ഇംഗ്ലീഷ് വീഡിയോ കണ്ടിരുന്നോ? പക്ഷെ സാർ മീറ്റ് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. ആക്ച്വലി എനിക്ക് ആ ഒരു ക്വാളിറ്റി ആക്ച്വലി സാറിൽ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പം അറിഞ്ഞൂടാത്ത ഒരു കാര്യം നമ്മൾ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിരിക്കുന്നില്ല, നമ്മളത് അത് അറ്റംപ്റ്റ് ചെയ്ത് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ട്രൈ ചെയ്യുന്ന ആ ഒരു ഇതില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ പിള്ളേരിൽ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് അത്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോ പിള്ളേർ അയ്യോ മാം എനിക്കത് അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിലും ഇല്ല മാം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുന്ന പിള്ളേരോടാണ് നമുക്ക് കുറച്ചും കൂടെ അവരെ പഠിപ്പിക്കാനാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലാംഗ്വേജ് ഇഷ്ടപ്പെടുന്ന ഒരാള് ആർട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? കാരണം ഇത് രണ്ടും രണ്ട് സൈഡാണ് ശരിക്കും. ആർട്ട് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് സൈഡാണ്, ലാംഗ്വേജ് എന്ന് പറയുന്നത് വേറെ സൈഡാണ്. രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെടാൻ ആർട്ട് എപ്പോഴാണ് വരച്ചു തുടങ്ങിയ ഇൻഫർമേഷൻ ഒക്കെ ഒന്ന് പറയാമോ? ആർട്ട് ആക്ച്വലി എനിക്ക് കുഞ്ഞിലേ തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടില് ആർട്ട് വരയ്ക്കുന്ന എന്റെ ബ്രദറൊക്കെ വരയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ ഒന്നും അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മളുടെയും ആ ഒരു കുഞ്ഞ് ഏജിൽ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ക്ലാസ്സിലൊക്കെ നമുക്ക് ഡ്രോയിങ് ക്ലാസ് ഞാൻ കഴിഞ്ഞ മീറ്റിംഗിന് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് സ്കൂളിൽ ഡ്രോയിങ് പഠിപ്പിക്കുന്ന നമ്മളുടെ സബ്ജക്ട് ടീച്ചേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ആർട്ടിനെ കുറിച്ച് ബേസിക് നോളജ് ഇല്ലാതാണ് അവർ ആർട്ട് പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഈ മിക്കവാറും നമ്മുടെ ICSE സ്കൂൾസിലൊക്കെ നമുക്കൊരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സിമിട്രി ഡ്രോയിങ് ആണ്. ആക്ച്വലി സാറിന്റെ ക്ലാസ് വന്നപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ ഡ്രോയിങ്ങിനെ എപ്പോഴും ആലോചിക്കും അവരെന്തിനാ പകുതി പിക്ചർ കൊടുത്തിട്ട് ബാക്കി നമ്മളോട് വരയ്ക്കാൻ പറയുന്നത്, എങ്കിൽ പിന്നെ ഫുൾ പിക്ചർ കൊടുത്തിട്ട് നമ്മൾ നോക്കി വരയ്ക്കുന്നതല്ലേ നല്ലത്. ഞാൻ എപ്പോഴും ആലോചിച്ചു. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ആ ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തത്. കാരണം മിക്കവാറും നമ്മുടെ ഡ്രോയിങ് ബുക്സ്, പ്രിന്റഡ് ഡ്രോയിങ് ബുക്സ് വരുന്നതിൽ എപ്പോഴും കുട്ടികൾക്കുള്ള ഫസ്റ്റ് ഫ്യൂ പേജസ് ഈ സിമിട്രി ആയിരിക്കും. ഹാഫ് ഡ്രോയിങ് അതിനകത്ത് കംപ്ലീറ്റഡ് ആയിരിക്കും, ഹാഫ് ഡ്രോയിങ് മറ്റു ഡോട്ട് ലൈൻസ് ആയിരിക്കും, അത് ട്രേസ് ചെയ്ത് വരയ്ക്കും, പിന്നെ അവര് അല്ലാതെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനത്തെ ഡ്രോയിങ് ബുക്സിലാണ് വരച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ആർട്ട് സാർ ജോയിൻ ചെയ്തു, ഒരു ബൈജു എന്ന് പറഞ്ഞിട്ടൊരു സാറ്. അപ്പം സാർ വന്നപ്പോഴാണ് ആദ്യമേ ആപ്പിൾ വരച്ചിട്ട് അത് കളർ ചെയ്യിച്ച് ഷെയ്ഡ് ചെയ്ത് കളർ ചെയ്യിച്ച് അപ്പൊ നമുക്കൊരു റിയലിസ്റ്റിക് ഡ്രോയിങ് പോലെ. പിന്നെ ഒരു സൺസെറ്റ് സാർ വരച്ചു. ഈ രണ്ട് ഡ്രോയിങ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അതാണ് നമ്മളുടെ ആർട്ട് എന്നുള്ളൊരു ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ പിന്നെ അതിനുശേഷം ആർട്ടിന് എക്സ്പോഷേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയത് 12th പഠിക്കുമ്പോഴാണ്. 12th നമ്മുടെ റെക്കോർഡ് വരയ്ക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ പുറത്ത് കൊടുത്ത് ആൾക്കാരെ കൊണ്ട് വരപ്പിച്ചാണ് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എന്റെ റെക്കോർഡ് എനിക്ക് വരച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളത്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു മെമ്മറി കീപ്പ് ചെയ്യാനായിട്ട് അത് പറ്റിയിട്ടില്ല. കാരണം ആരൊക്കെയോ റെക്കോർഡ് റെഫറൻസിന് മേടിച്ചിട്ട് പോയിട്ട് നമുക്കുള്ളൊരു ഇമ്പോർട്ടൻസ് അവർക്ക് കാണത്തില്ലല്ലോ. പിന്നെ അതെനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പൊ അത് പോയിന്റ് ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അതാണ് ആ ആർട്ടിന്റെ ഒരു ഫീൽഡ്. പിന്നെ നോക്കി വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് വരയ്ക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പറ്റില്ല. നോക്കി വരയ്ക്കുമ്പം ആ പിക്ചർ പോലെ വരച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നോക്കി വരയ്ക്കുന്നതും ആ സമയത്ത് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഈ ലൈൻ ഡ്രോയിങ്സ് ആയിരുന്നു. കാർട്ടൂൺ പിക്ചേഴ്സ് ഒക്കെയാണ് കൂടുതലും വരയ്ക്കുന്നത്. അപ്പം അതൊക്കെ വരയ്ക്കുന്ന ആ ഒരു ഏജിൽ വരയ്ക്കുമ്പോൾ എല്ലാവരും പറയും ആ കൊള്ളാം എന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ഏജ് ആയപ്പോഴത്തേക്കും ഇപ്പൊ എനിക്ക് 33 ആയി. അപ്പം ഈ ഒരു ഏജിൽ നമ്മൾ ആ ലൈൻ ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ ആൾക്കാർ ഓക്കെ എന്നുവെച്ചാൽ അവരിപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ എക്സ്പോഷർ കൂടുതലാണല്ലോ. അപ്പൊ അവര് കാണുമ്പം ഇപ്പൊ കുറെയൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ആൾക്കാർ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും ഈ കുട്ടി ഇതൊക്കെയാണോ വരയ്ക്കുന്നത് എന്നൊക്കെയുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ
എനിക്ക് അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വരയ്ക്കുന്നത്. എന്റെ അടുത്ത് നമുക്ക് ഇത് വരച്ചൂടെ, എന്താ ഇത് നോക്കി വരച്ചൂടെ, ഇത് വരച്ചൂടെ എന്നൊക്കെ പലരും പലതും ചോദിക്കും. പക്ഷെ എനിക്ക് എത്രത്തോളം വരയ്ക്കാമെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവര് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുമ്പോൾ ഞാൻ വരച്ച് ഞാൻ എന്റെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ എനിക്ക് ലൈഫിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്റെ ലൈഫ് വെറുതെ വേസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഭയങ്കര നെഗറ്റിവിറ്റി അടിച്ചിരുന്ന് അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വന്ന സമയത്താണ് വീണ്ടും ഡ്രോയിങ് വരച്ചു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേജസ് ഒക്കെ സെർച്ച് ചെയ്ത് വന്നപ്പം ഇൻസ്റ്റയിൽ ആസ് യൂഷ്വൽ നമ്മളൊരു ഇത് സെർച്ച് ചെയ്ത് ആ ടോപ്പിക് റിലേറ്റഡ് ആണല്ലോ പിന്നെ വരുന്നത്. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ സാറിന്റെ ഒരു ആഡ് വന്നു. അത് എനിക്ക് ആ സ്പോട്ടിൽ അത് കേട്ടപ്പോ എനിക്ക് ക്ലാസ് ജോയിൻ ചെയ്തേ പറ്റൂ, എങ്ങനെയാ ഒന്നും അറിയണ്ട. അങ്ങനെ ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സാറിന് അപ്പൊ തന്നെ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് അയച്ച് അപ്പം സാർ അയച്ച വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെയാണ് ഞാൻ അതിന് ജോയിൻ ചെയ്യുന്നത്. അപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു മെയിൽ വന്നു പെയിന്റിങ്ങിന്റെ. സാർ ഒരു ഓഫർ ഇട്ടിട്ട് പെയിന്റിങ്ങിന്റെ ക്ലാസ്സും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ എനിക്ക് അതിനും ജോയിൻ ചെയ്യണമെന്നുണ്ട്, കാരണം പെയിന്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം സാർ ഓൾറെഡി സാറിന്റെ വീഡിയോസിൽ പറഞ്ഞു നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് ഫോക്കസ് ചെയ്ത് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ചെയ്യുന്നത്. അപ്പൊ എനിക്കങ്ങ് ഡൗട്ടായി. അപ്പം ആ ഓഫർ കിട്ടത്തതും ഇല്ല, അത് ജോയിൻ ചെയ്യണോ. അപ്പൊ ഞാൻ സാറിന് മെസ്സേജ് അയച്ചു. അപ്പൊ സാറിന്റെ റിപ്ലൈ എനിക്ക് ആ സമയത്ത് കിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഡെസിഷൻ എന്തെടുക്കണം ഓക്കെ അത് എടുത്തിടാം, എന്തായാലും ലൈഫ് ടൈം ആക്സസ് ആണ്, വൺസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇത് യൂസ്ഡ് ആയി കഴിയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാന്ന് ഉള്ള ഡെസിഷൻ എടുത്തിട്ട് ഞാൻ അതിന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സാറിന്റെ മെസ്സേജ് വന്നത്, ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തു, ബട്ട് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള ഇതില്. അങ്ങനെയാണ് അതിന് ക്ലാസ്സിന് ആക്ച്വലി ജോയിൻ ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നവരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ലൈൻ ഡ്രോയിങ്സ് ആണ് കൂടുതലും വരച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് പണ്ട് ഈ നോട്ട്ബുക്കിന്റെ പാക്കിലൊക്കെ ഈ ഫിലിം സ്റ്റാർ വരത്തില്ലേ, അപ്പൊ അതൊക്കെ വരച്ചു നോക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ 10th പഠിക്കുന്ന ടൈമില് എന്റെ ഒരു ഫ്രണ്ട് അതിന്റെ ഒരു ബ്രദർ വരച്ചതാന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ കൊണ്ടുവന്നു. അത് പക്ഷെ ഗ്രിഡ് ഡ്രോയിങ് വരച്ചതാന്ന് തോന്നി, എനിക്ക് ഓർമ്മയില്ല ക്ലിയർ ആയിട്ട്. ബട്ട് നല്ല ഒരു നമ്മൾ ആ ബുക്കിൽ കാണുന്ന പോലെ പിക്ചർ വരച്ചിട്ട് കൊണ്ടുവന്നു. അപ്പൊ അന്ന് അത് ട്രൈ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റിൽ ഞാൻ ചെന്ന് എനിക്ക് ഒന്ന് ദിലീപിന്റെ പിക്ചർ ഉള്ള ഒരു ബുക്കായിരുന്നു എന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അത് ട്രൈ ചെയ്തു. പക്ഷെ അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ല, അന്ന് 10th പഠിക്കുമ്പോഴാണ്. ബട്ട് അത് വരച്ചു. അപ്പം ആ ഒരു വരച്ചതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് തൊട്ടേ ഇങ്ങനെ വരയ്ക്കണം, പക്ഷെ എനിക്ക് അത്രയും വരയ്ക്കാൻ പറ്റും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ആ കോൺഫിഡൻസ് എനിക്ക് വന്നത് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ജോയിൻ ചെയ്ത് സാറിന്റെ ഫസ്റ്റ് അസൈൻമെന്റ് തന്നിരിക്കുന്ന കുറച്ച് പിക്ചേഴ്സ്, ഒരു ബ്രിഡ്ജിന്റെ പിക്ചർ, പിന്നെ ഒരു ഡോഗിന്റെ പിക്ചർ, പിന്നെ ഒരു ലേഡിയുടെ പിക്ചർ, ക്യാറ്റ് പിക്ചർ. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് ആ പടം വരയ്ക്കാൻ എന്റെ ഒരു മനസ്സ് സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ പുറത്ത് സാർ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഇത് ഞാൻ ജസ്റ്റ് റെഫറൻസിന് വെച്ചിട്ടാണ്, ഇത് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് പിക്ചേഴ്സ് സെർച്ച് ചെയ്തിട്ട് വരയ്ക്കാം. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് പിക്ചേഴ്സ് സെർച്ച് ചെയ്ത് ലാൻഡ്സ്കേപ്പും ഒബ്ജക്റ്റും അങ്ങനെയാണ് വരച്ചത്. അത് കഴിഞ്ഞ് ആ ഡോഗിന്റെ പിക്ചർ വന്നപ്പം എന്റെ സിസ്റ്റർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. എനിക്കാണെങ്കിൽ അത് വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ലൈൻ ഡ്രോയിങ്സ് വരയ്ക്കുന്നുണ്ട്, എനിക്ക് എത്രത്തോളം അത് വരയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അവള് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു, ഇല്ല ചിത്ര ട്രൈ ചെയ്യുന്നോണ്ട് എന്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആ പടം വരയ്ക്കുന്നത്. പക്ഷെ ആ പടം വരച്ചിട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, എനിക്ക് അത്രയും ചെയ്യാൻ പറ്റും, എന്റെ ലെവൽ അത്രയും ഉണ്ടെന്ന് ആ ഒരു പടം വരച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുവരെ ഞാൻ ഈ ബാക്കിയുള്ളവർ പറയുന്നെങ്കിലും എന്റെ ലെവൽ ഇത്രയും ആണ് എന്ന് വിചാരിച്ചിരുന്നത്. ബട്ട് ആ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ആ ഒരു അസൈൻമെന്റ് കിട്ടിയപ്പോഴാണ് എനിക്ക് ഓക്കെ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ ഒരു ലെവലിൽ എനിക്ക് എത്തിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നത്. അതൊന്ന്. രണ്ടാമത് പിന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി. മുന്നേ ബേസിക് ഇല്ലായിരുന്നു. ഈ ബേസിക് പഠിക്കാനായിട്ട് എനിക്ക് അറിയുന്ന 2-3 ആർട്ട് ടീച്ചേഴ്സിനോട്, നമ്മുടെ സ്കൂളിൽ ആർട്ട് പഠിപ്പിക്കുന്ന സാർമാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരോടൊക്കെ ഞാനിങ്ങനെ പറയും, സാർ കഷ്ടമുണ്ട്, എനിക്ക് ബേസിക് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു. മാം ഓൾറെഡി വരയ്ക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ബേസിക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഉള്ളിൽ എപ്പോഴും ഒരു വിഷമാണ്, അയ്യോ എനിക്ക് ബേസിക് അറിയത്തില്ല, അപ്പൊ ഞാൻ ചെയ്യുന്ന തെറ്റാണോ, പുറത്തുനിന്ന് ഒരാൾ കാണുമ്പം ഇത് ഇങ്ങനെയാണോ ചെയ്യുന്നത്, എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ഹാച്ച് ചെയ്യും, പുറത്തുനിന്ന് ആൾ അയ്യോ ഇത് ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. അത് തെറ്റാണ്,
അപ്പൊ ഞാൻ ചെയ്യുന്ന ഡ്രോയിങ് പുറത്ത് കാണുമ്പോൾ എല്ലാവരും ഓ ഈ കൊച്ചു വരയ്ക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് ആ ഒരു ഇത് തുടങ്ങിയപ്പോഴാണ് ഓക്കെ ഓരോന്ന് വരയ്ക്കുന്നതും ഓരോരുത്തരുടെ ആ ഒരു ലേണിംഗ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. എല്ലാരും വരയ്ക്കുന്നതും ശരിയല്ല, എല്ലാരും വരയ്ക്കുന്നതും തെറ്റല്ല. നമ്മളിപ്പോ പഠിച്ചു വരുന്നതനുസരിച്ച് ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായ രീതിയുണ്ട്. അത് അവരേതാണ് അഡോപ്റ്റ് ചെയ്തത് ചെയ്യുന്നത് അതാണ് ശരിയെന്നുള്ളത്. അപ്പം ആ ഒരു ലേണിംഗിൽ വെച്ചിട്ട് അത് അഡോപ്റ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും കുറച്ചും കൂടെ ആ ഒരു ലേണിംഗ് ബേസിസിൽ ഇപ്പൊ ഹാച്ചിങ് ആണെങ്കിലും മുന്നേ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഇട്ട് ഹാച്ച് ചെയ്തുകൊണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് ഹാച്ച് ചെയ്ത് ആ ഒരു ലെവലിൽ വരുന്നതേ ഉള്ളൂ. പിന്നെ സാറ് പറഞ്ഞ കണക്ക് പല ടൂൾസ് യൂസ് ചെയ്യുന്നത് ഞാൻ കുറച്ച്, കാരണം മുന്നേ ഈ ടൂൾസിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഉള്ളിൽ എപ്പോഴും അയ്യോ ആ ടൂൾ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ ടൂൾ ഇല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അത് പക്ഷേ സാർ ഫസ്റ്റ് ലെസണിൽ അത് പറയുന്നുണ്ടല്ലോ, HB പെൻസിലും പേപ്പറും മാത്രം മതി, വേറെ ഒന്നും യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതിൽ വരച്ച് അതിൽ ഞാൻ ഒരു പോർട്രേറ്റ് ആക്ച്വലി വരച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ HB പെൻസിൽ മാത്രമേ യൂസ് ചെയ്തത്. ആ ഹെയറിന്റെ ഷെയ്ഡിങ്ങിന് മാത്രമാണ് ഞാൻ 3B 4B എന്തോ യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് ഓക്കെ എനിക്ക് ആ HB പെൻസിൽ വെച്ചിട്ടും പോർട്രേറ്റ് ഒക്കെ വരയ്ക്കാം എന്നുള്ളൊരു കോൺഫിഡൻസും സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കറക്റ്റ് ആയിട്ട് വന്നത്. പിന്നെ ഇപ്പൊ ടെക്സ്ചർ, വാല്യൂ, പാറ്റേൺസ്, ലൈൻസ്, ഇതെല്ലാം എലമെന്റ്സ് ഓഫ് ആർട്ട് ഞാൻ ക്ലാസ്സിൽ ചെന്ന് പിള്ളേരുടെ അടുത്ത് പറയും. കഴിഞ്ഞ ദിവസം ഞാൻ വരച്ച ഒരു ഡ്രോയിങ് പിള്ളേർ ഓ മാം ഇങ്ങനെയൊക്കെ വരയ്ക്കുമോ എന്നൊക്കെ പിള്ളേർ ചോദിച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ വരയ്ക്കാന്നുള്ളതേ ഉള്ളൂ, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ലൈൻസ് പഠിക്കും. മാം വി നോ ടു ഡ്രോ ലൈൻസ് എന്ന് പറഞ്ഞ പിള്ളേർ വന്നു. അപ്പൊ ഞാൻ നിങ്ങൾ ഇത് വരച്ചു നോക്കണം. ആദ്യം നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ ഫ്രീ ഹാൻഡ് വരച്ചു നോക്കണം, പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ വരച്ചു നോക്കണം, പിന്നെ ഡയഗണൽ വരച്ചു നോക്കണം, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരച്ചു നോക്കണം, പിന്നെ നിങ്ങൾ കർവ്ഡ് ലൈൻസ് വരച്ചു നോക്കണം. അപ്പൊ ഞാൻ എന്റെ ഒരു പീരീഡ് ഞാൻ കളഞ്ഞിട്ട് ഞാൻ അതിനു വേണ്ടി ഞാനത് ഡിവോട്ട് ചെയ്തിട്ട് ഞാനത് ചെയ്തു. അയ്യോ മാം ഇത് വരയ്ക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളിത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 വീക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്റെ അടുത്ത് വന്ന് പറയണം. ഇപ്പൊ സ്കൂൾ അടയ്ക്കുന്നതിന് ഞാൻ കൊടുത്തിട്ടൊക്കെയാ വന്നത്. അപ്പൊ അത്രയും ഇപ്പൊ എനിക്കത് പഠിച്ചത് കൊണ്ട് എനിക്കത് പിള്ളേർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വരയ്ക്കും എന്ന് അറിയാവുന്നത് കൊണ്ടിട്ട് സ്കൂളിൽ VP വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റെഫി ആർട്ട് ക്ലാസ്സസ് എടുക്കാവോ എന്ന് ചോദിച്ചു ക്ലാസ്. അപ്പൊ ഞാൻ പറഞ്ഞു മാം ഞാൻ വരയ്ക്കും, ഞാൻ നോക്കി വരയ്ക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ബേസിക്സ് ആയിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പഠിക്കാത്ത ഒരു കാര്യം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഫർ ആക്ച്വലി റിജക്ട് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്തെങ്കിലും. പിന്നെ അല്ലാതെ ഇപ്പം എന്റെ അടുത്ത് ഇപ്പം കുഞ്ഞു grade 1 കുട്ടികളുണ്ട് ക്ലാസ്സിൽ. അപ്പം അവർക്ക് ഇത് കണക്ക് ഫ്രീ പീരിയഡ്സ് ഒക്കെ കിട്ടുന്ന ടൈമിൽ അവർക്ക് ഡ്രോയിങ്സ് ഇട്ടിട്ട് അവർക്ക് വരച്ചു കൊടുക്കും. അപ്പം ആദ്യത്തെ കുറെ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ബേസിക് ഷേപ്സ് വരച്ചിട്ട് അവരടുത്ത് കോപ്പി ചെയ്ത് വരയ്ക്കാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു പടം എടുത്തു, ഞാൻ യു ഓൾറെഡി നോ വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ദ ബേസിക് ഷേപ്സ്, നൗ യു ടെൽ മീ ദ ബേസിക് ഷേപ്സ് ആൻഡ് യു ഡ്രോ എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക്. അപ്പൊ അവരും അത് ആക്ച്വലി വരയ്ക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതാണ് എന്റെ ഒരു ആർട്ട് ഗ്രോത്ത്. ഇപ്പം ഏകദേശം ഒരു പോർട്രേറ്റ് ആക്ച്വലി എനിക്കിപ്പോ കോൺഫിഡൻസോടെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില പിക്ചേഴ്സ് കാണുമ്പോൾ അയ്യോ ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്, വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആ ഒരു തോട്ട് ഇപ്പോഴും ഉണ്ട്. അത് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം കുറെ പേര് എൻ്റെ അടുത്ത് സ്റ്റെഫി പിക്ചർ ഒന്ന് വരച്ചു തരുമോ പ്ലീസ് പ്ലീസ് എന്ന് കുറച്ച് നാളായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് ഞാനത് വരയ്ക്കാത്തത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്നെ തെറ്റിയാലും ചീത്ത പറയാത്ത 2-3 പേരുടെ പാടങ്ങൾ ഞാനിങ്ങനെ വരച്ച് അതിൽ എനിക്കൊരു കോൺഫിഡൻസ് ആയിട്ട് ഞാൻ ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ പയ്യെ വരച്ചു കൊടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അതാണ്. നമുക്ക് എന്തായാലും വരച്ച ചിത്രങ്ങളൊന്ന് റിവ്യൂ ചെയ്യാം. പിന്നെ ഇതിൽ പറഞ്ഞ ഇൻപുട്സ് എനിക്ക് കൂടുതൽ തരാൻ പറ്റും, അത് ഞാൻ തരാം കേട്ടോ. ടൂൾസിന്റെ കാര്യത്തിലാണെങ്കിലും. ഇതല്ലേ പ്രൊഫൈല്? ഇതിപ്പോ ജൂലൈ മാസം ചെയ്തു അല്ലേ? ഞാൻ ജോയിൻ ചെയ്തപ്പോ ഫസ്റ്റ് പിക്ചർ. അതും ഇതുപോലൊരു വെക്കേഷനാണ് ജോയിൻ ചെയ്യുന്നത്. ഹാച്ചിങ് മെത്തേഡ് അറിയുന്നുണ്ടായിരുന്നില്ല അല്ലെ ജോയിൻ ചെയ്യുന്ന സമയത്ത്? ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് സർ, പക്ഷെ നമ്മളത് പ്രാക്ടീസ് ആയിട്ട് ചെയ്തിട്ടില്ല. ഈ പിക്ചറാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല ഈ പിക്ചർ. പക്ഷെ ഇത് ഞാൻ ആ ബ്ലെൻഡിങ് ഒക്കെ ചെയ്തിട്ടാണ് അത് വരച്ചത്.
ഉം. എന്ത് ടൂളാ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാൻ? ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്തു. ഇത് പെയിന്റിങ്ങിന്റെ പേപ്പറാണ് കേട്ടോ. ഇതൊരു റിയൽ പിക്ചർ നോക്കി ഞാൻ വരയ്ക്കാൻ നോക്കിയതാ. ആളുടെ ആ ഒരു ഫേസ് കട്ട് ആയില്ല. ഇത് ആ ടൈമിൽ ഏത് ബുക്ക് യൂസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം നമുക്ക് സ്കെച്ച് ബുക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ആവാം, സ്കെച്ച് ബുക്ക് മേടിക്കണം. അപ്പൊ അങ്ങനെ മേടിച്ച് പെയിന്റിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നോ? പെയിന്റിങ് ഞാൻ ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രം കണ്ടു സർ. ഞാൻ ഓർത്തു ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത് തുടങ്ങാം. ജസ്റ്റ് ആ ഫ്ലവർ പാറ്റേൺസ് വരയ്ക്കുന്നത് അത് മാത്രം, ബ്രഷിന്റെ സ്ട്രോക്സ്. ഇത് വാട്ടർ കളർ ആണോ? യെസ്. ഇത് അന്ന് സാറ് മറ്റേ ക്രിയേറ്റിവിറ്റി ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പം പല മീഡിയത്തിൽ ചെയ്തു നോക്കി. ഇത് ആക്ച്വലി വാട്ടർ കളർ ആണ്. ഇത് വാട്ടർ കളർ ആണോ? പോസ്റ്റർ കളറാണ് ആക്ച്വലി. കളർ പെൻസിൽ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്? കളർ പെൻസിൽ ആക്ച്വലി എനിക്ക് ബ്രാൻഡ് അറിയില്ല സർ. ഞാൻ ഈ കുഞ്ഞിലേ തൊട്ടേ കളക്ട് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് കളർ പെൻസിൽസ് എനിക്കുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് കുറെ പെൻസിൽസ് ഉണ്ട്. എല്ലാ ബ്രാൻഡിലും രണ്ടോ ഒക്കെ കുറെ ഉണ്ട്. നല്ല പെൻസിലാണ്, അതുകൊണ്ട് ചോദിച്ചു. ക്വാളിറ്റി ഉള്ള പെൻസിലാണ്, നല്ല കളേഴ്സ് ഒക്കെയാണ്. എന്നുവെച്ചാൽ എല്ലാ ബ്രാൻഡിലും കുറെ എന്റെ കയ്യിലുണ്ട്. ബോക്സ് ഇത് കുറെ ചിലതൊക്കെ എനിക്ക് തോന്നുന്നു ഡ്രൈ ആയിട്ടുണ്ട്. ഏത് ടോപ്പിക് വരയ്ക്കുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ പീസ് വരച്ച് കണ്ട പോർട്രേറ്റ് ഞാനത് ഫ്രീ ഹാൻഡ് വരച്ചു നോക്കിയത്. അപ്പൊ എന്റെ ലൈൻസ് അലൈൻമെന്റ് ശരിയായിട്ടില്ല ആക്ച്വലി. പിന്നെ എനിക്ക് അല്ലാതെ വരയ്ക്കുമ്പം ഇപ്പൊ ഒബ്ജക്ട് ഡ്രോയിങ്ങില് ഞാൻ ഒരു പിക്ചർ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഞാൻ തിങ്ക് ചെയ്ത് വരച്ചൊരു ഒബ്ജക്ട് ഡ്രോയിങ്, അത് നോക്കി വരച്ചതല്ല. ഇവിടെ ലാസ്റ്റ് ആണോ? അല്ല, ആ സർ സ്ക്രോൾ ചെയ്ത് വന്നേല് ഒരു ഗ്ലാസ്, ഒരു പീച്ച് ഒക്കെ ഉള്ള ഒരു പിക്ചർ കുറച്ച് താഴെ. കളർ പെൻസിലിന്റെ ആണോ? അതെ. ക്ലാസിന്റെ ഇടയ്ക്ക് ഇരുന്ന് ഫ്രീ ടൈം കിട്ടിയപ്പോ അങ്ങനെ കുറച്ച് പാച്ച് ആയിട്ട് 5 minutes, പിന്നെ അടുത്ത ദിവസം അങ്ങനെ ചെയ്തതാണ്. ഇപ്പം വന്ന ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാല്, ഒന്ന് മുന്നേ വെച്ചാൽ ഒരു പിക്ചർ വരച്ചു തുടങ്ങി അത് കംപ്ലീറ്റ് ആക്കിയാലേ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഇപ്പം പക്ഷേ പിക്ചർ വരച്ചു തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചുകൂടി ഡിലേ ആയാലും കുഴപ്പമില്ല, അടുത്ത ദിവസവും എനിക്ക് ആ പിക്ചർ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പൊ വന്നിട്ടുണ്ട്. മുന്നേ എനിക്ക് അങ്ങനെ സ്റ്റോപ്പ് ആയാലും പിന്നെ ആ പിക്ചർ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈ പേപ്പർ എനിക്ക് ആക്ച്വലി സാറിനോട് ചോദിക്കണമെങ്കിൽ ഇത് പെൻസിൽ ഡ്രോയിങ് ഓക്കെയാണോ? കാരണം ആ ബുക്കിന്റെ ഫ്രണ്ടിൽ അങ്ങനെയാണ് എഴുതി, കുറച്ച് റഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. പെൻസില് ഏതാ യൂസ് ചെയ്യുന്നത്? ഗ്രാഫൈറ്റ് പെൻസിൽ? ഗ്രാഫൈറ്റ് ബ്രാൻഡാണ് എനിക്ക് ഓർമ്മയില്ല. നാട്ടില് പണ്ട് വന്നപ്പോ ഇങ്ങനെ അതൊക്കെ അറിയുന്നതിന് മുന്നേ മേടിച്ചിട്ടാണ്. ഇതാണ് അറിയില്ല സോ. SBC ഗ്രാഫൈറ്റ് പെൻസില് ഒന്ന് ബ്രാൻഡ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തോളൂ.
കേട്ടില്ല. പെൻസിൽസ് ഉണ്ട്. ഫേബർ ഇത് കാസലിന്റെ പെൻ ഇത് ഫേബർ കാസിൽ വെച്ച് വരച്ചാണോ? അല്ല, അത് അല്ല, ഇത് HP പെൻസിലേഴ്സ്. ഉം. ജസ്റ്റ് ആ ഡാർക്ക് മാത്രം കളർ പെൻസിൽ വെച്ച് വരച്ചു, ബാക്കിയൊക്കെ HP. Okay. ഓ, ഇതൊക്കെ കളർ പെൻസിലാണല്ലേ? എന്നുവെച്ചാൽ HP വെച്ച് ഷെയ്ഡ് ചെയ്തിട്ട് ലാസ്റ്റ് മാത്രം കളർ പെൻസിൽ വെച്ചൊന്ന് ഡാർക്കും ചെയ്തു. കാരണം സ്കൂളിൽ ഞാൻ വേറെ ഒന്നും ടൂൾസ് ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡൗട്ട് ചോദിക്കുകയാണ്. ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പോർട്രേറ്റിൽ വരാൻ കേട്ടോ, പിക്ചർ നടക്കട്ടെ. പെൻസിൽ എങ്ങനെ പിടിക്കുന്നത്? കുത്തിനാണ് പിടിക്കുന്നത്, ഒരുപാട് ചെരിച്ചാണോ പിടിക്കുന്നത്? അത് ഓരോ ഓരോ സൈഡ് ഷെയ്ഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. മിക്കവാറും ഇങ്ങനെ നമ്മൾ നോർമൽ ഗ്രിപ്പിലാണ് പിടിക്കുന്നത്, ട്രൈപോഡ് ഗ്രിപ്പിൽ പിടിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നമുക്ക് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്തോളൂ എന്തായാലും. പെൻസിൽസ് ഇപ്പോൾ ഓൾറെഡി ഫേബർ കാസലിന് ഉണ്ടല്ലോ, അതിൽ എല്ലാ ഗ്രേഡും ഉണ്ടോ? അതിൽ H തൊട്ട് B കംപ്ലീറ്റ് സെറ്റ് ഉണ്ട്. പേപ്പർ ഐവറി ഷീറ്റിലോട്ടൊന്ന് മാറ്റി നോക്കിക്കോളൂ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് വരും. ഞാനിപ്പോ വരയ്ക്കുന്നത്. പിന്നെ മേടിച്ച പുതിയ സ്കെച്ച് ബുക്കിലാണ് ആ പോർട്രേറ്റ് ഞാൻ വരച്ചു നോക്കിയത്. ഇതെല്ലാം A4 പേപ്പറാണ്. ഈ ഒരു ഷെയ്ഡ് ചെയ്ത രീതി ഉണ്ടല്ലോ, ഇങ്ങനെ ലൈൻ ഇട്ടിട്ട്, ഇതാണ് ഹാച്ചിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഷെയ്ഡ് ചെയ്ത രീതി കുറച്ച് സമയം കൂടുതൽ എടുക്കും, പക്ഷെ കുറെ കൂടി നീറ്റ് ആയിരിക്കും. പോർട്രേറ്റ് വരയ്ക്കുമ്പോഴും അതേ ഒരു മെത്തേഡിലോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താന്ന് എൻ്റെ അടുത്ത് പറയണേ. ഇവിടെയും അതാ ട്രൈ ചെയ്തിരിക്കുന്നത്, പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ പെൻസിൽസിന്റെ ടിപ്പിലോ യൂസ് ചെയ്യുന്ന രീതി എന്തോ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പാച്ചസ് പോലെ കാണുന്നത്. മനസ്സിലായോ? അല്ലാത്തോണ്ടായിരിക്കും സാർ. എന്താ കേട്ടില്ല? ബ്ലണ്ട് ആയതുകൊണ്ടായിരിക്കും, പോയിന്റഡ് അല്ലാതെ. ഓ, ഓക്കെ. ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത്? ബ്ലെൻഡിങ് സ്റ്റംപ് അല്ല, കാരണം ഈ പെൻസിൽ ആക്ച്വലി ഷാർപ്പ് ചെയ്യാൻ കുറച്ച് പാടാണ്. പെൻസിലിന്റെ പ്രോബ്ലം ആണ്. മനസ്സിലായി. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ നോട്ടെ. ഒന്ന് കാണിച്ച്. ഓ, ഷാർപ്പൻഡ് ആവുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, പ്രോബ്ലം മനസ്സിലായി. ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഐവറി ഷീറ്റിലോട്ട് മാറുക. രണ്ടാമത്തെ കാര്യം, പെൻസിൽ ഷാർപ്പൻ ചെയ്യുക. അതായത് ഇപ്പോൾ പഴയ പെൻസിലൊക്കെ ആണെങ്കിൽ എത്ര ഷാർപ്പൻ ചെയ്താലും പൊട്ടി പൊട്ടി പോകും. അതിനുള്ള സൊല്യൂഷൻ പെൻസിൽ മാറ്റാന്നുള്ളതാണ്. പിന്നെ മെക്കാനിക്കൽ ഷാർപ്പനർ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും വാങ്ങിച്ചു വെക്കുന്നത്. പറഞ്ഞോ. ടൂൾസ് അറിയുന്നതിന് മുന്നേ ഈ വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് മേടിച്ചതാണ് ആ ഫേബർ കാസലിന്റെ സെറ്റ്. അപ്പൊ അതെല്ലാം എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ പുതുതായിട്ട് മേടിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് തന്നെ ഇരിക്കണം, അതിങ്ങനെ ചീത്തയാക്കുന്ന ഇഷ്ടമല്ല. നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ വെറുതെ എടുത്ത് വേസ്റ്റ് ആക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അത് അതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ നാട്ടുപേപ്പർ മേടിച്ചാണ് ഈ ക്യാമലിന്റെ കുഞ്ഞു സെറ്റ്, 6 പെൻസിൽസ് എന്തോ വരുന്ന ഒരു സെറ്റ്. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ മിക്കവാറും വരയ്ക്കില്ല, മറ്റേ ഞാൻ കുട്ടി വെച്ചിരുന്നു. ഒരു കാര്യം ആലോചിച്ചാൽ മതി. എനിക്ക് ആ ഇഷ്യൂ ഉണ്ട്, പക്ഷെ ഇതിന് നമ്മുടെ ഫുഡിന്റെ എക്സ്പയറി ഡേറ്റ് പോലെ ആർട്ട് മെറ്റീരിയൽസിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ യാതൊരുവിധ യൂസും അത് വെച്ച് നമുക്ക് കിട്ടൂല. അതാ ഞാൻ പറഞ്ഞത്, സാർ നേരത്തെ കളർ പെൻസിൽസ് നല്ലതാന്ന് പറഞ്ഞപ്പോ അതിൽ കുറെ പെൻസിൽസ് ആക്ച്വലി ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായ സാറിന്റെ ആ പെൻസിലിന്റെ റിവ്യൂ വീഡിയോ കണ്ടപ്പോഴാണ് പോയിന്റ് ഡ്രൈ ആണെങ്കിലും അത് വർക്ക് ചെയ്യത്തില്ല എന്നുള്ളത്. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടൂൾസിന്റെ ആ ഒരു പെൻസിലിന്റെ ഇഷ്യൂ അവിടെ കാണുന്നത്. ചെയ്ത മെത്തേഡും പരിപാടിയും കറക്റ്റാ. പിന്നെ ഗൈഡ് ലൈൻ വരയ്ക്കാറുണ്ടോ? ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഗൈഡ് ലൈൻ വരച്ചിട്ടാണ് വരയ്ക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുന്നത് ചെയ്യുന്നത്? വരച്ചത് കാരണം ഇതിന് മുന്നത്തെ മറ്റേ ആ പിക്ചർ ശരിയാവാഞ്ഞത് കാരണം അത് ആക്ച്വലി എന്റെ സിസ്റ്ററിന്റെ പിക്ചർ, അവൾ എന്നെ ചീത്ത പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് ഗൈഡ് ലൈൻ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നിന്ന് ഒരു സെന്ററിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാലേ, അതായത് താടിയുടെ അറ്റം ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് വരയ്ക്കുന്ന, അതായത് ഈ ആളുടെ ഫേസ് സിമെട്രിക്കൽ ആണെങ്കിൽ ഇത് ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈനും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ പോകണ്ട താടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഗൈഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാവും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത്രത്തോളം ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അതോ കുറവാണോ, അതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട്ലൈൻ ഇടുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, പെൻസിൽ എപ്പോഴും ഷാർപ്പൻഡ് ആക്കി വെക്കുക. ഷാർപ്പൻ ചെയ്യാത്ത പെൻസിലാണെങ്കിൽ പെൻസിൽ മാറ്റി വേറെ പുതിയ പെൻസിൽ എടുക്കുക. ഗൈഡ് ലൈൻ മാക്സിമം യൂസ് ചെയ്യുക.
പിന്നെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വരച്ച ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ലാസ്റ്റ് വരച്ചൊരു ചിത്രമാണ്. ഇപ്പോൾ അത് അതിന്റെ റീസൺ ഇമ്പ്രൂവ്മെന്റ് വന്നെന്നാണ്. കാരണം ലാസ്റ്റ് വരയ്ക്കുന്നത് ബെറ്റർ ആയി വരുന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് അർത്ഥം. ഇതിലെ മെത്തേഡ് എല്ലാം കറക്റ്റാ, ചെയ്തിരിക്കുന്ന രീതി കറക്റ്റാ, ഡയറക്ഷൻ മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേപോലെ കുറച്ച് കൂടുതൽ ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ഇത് സാർ പോർഷൻ ബൈ പോർഷൻ വരയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് അവിടെ ഫോക്കസ് ചെയ്ത് വരച്ചതുകൊണ്ടാണ് അത്രയും ചെയ്യാൻ പറ്റിയത്. ആ മെത്തേഡിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറെ ഒന്നുമില്ല, വേറെ ടൂൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട, ഇത്രയും ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെന്റ് വരും. ഞാൻ വേറൊരു പോർട്രേറ്റ് കൂടെ HP പെൻസിൽ മാത്രം യൂസ് ചെയ്ത് ഞാൻ വരച്ചിട്ടുണ്ട് സർ. ഇതിലുണ്ടോ? ഇതാണോ? ഇതിന് മുന്നേ അത് പക്ഷേ ഡയറക്റ്റ് ഫേസ് അല്ല, സൈഡ് ഫേസ് ആണ് വരച്ചിരിക്കുന്നത്. ഇതല്ലേ? ആ. ഇവിടെയും ഈ പറഞ്ഞ പോലെ ചെയ്ത മെത്തേഡ് കറക്റ്റാ. ഗൈഡ് ലൈൻ ഒന്ന് വെച്ച് നോക്കണം. കാരണം ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, കണ്ണിന്റെ ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ടോപ്പിൽ തന്നെയാണെന്ന് കൺഫേം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ചുണ്ടിന്റെ താഴെയാണ്. ഇതെനിക്ക് തോന്നുന്നു ഇത് എന്താ വ്യത്യാസമുണ്ട്, ചെവി ഇത്തിരി ബിഗ് ആയ പോലെ ഉണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോ ഫോട്ടോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരും കേട്ടോ. അപ്പൊ എപ്പോഴും ഗൈഡ് ലൈൻ വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ മൂക്കിന്റെ ടിപ്പിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഇത് ആക്ച്വലി ഗൈഡ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രിഡ് വരയ്ക്കുമല്ലോ, അതേപോലെ തന്നെ വേറൊരു മെത്തേഡാണ്. നമ്മൾ ഗ്രിഡിനേക്കാളും കുറെ കൂടി എഫിഷ്യൻ്റ് ആണത്. കാരണം മൂക്കിന്റെ ടിപ്പിൽ നിന്ന് മുകളിലോട്ടൊരു ലൈൻ ഇങ്ങനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ പുരുകത്തിന്റെ അവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. അത് റെഫറൻസ് പിക്ചറിൽ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കണ്ണങ്ങനെ പുറത്തോട്ട് തള്ളി നിന്ന് വരയ്ക്കാൻ പാടില്ല. അങ്ങനെ മാറ്റി മാറ്റി ട്രയൽ എൻഡറാണ്. പൊർട്രേറ്റ് വരയ്ക്കുമ്പോൾ മാറ്റി മാറ്റി വരയ്ക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനോട് അറ്റാച്ച്ഡ് ആവും. പിന്നെ വരയ്ക്കുന്നതെല്ലാം പതിയെ പതിയെ കറക്റ്റ് ആയിട്ട് വരും. അത്രേ ഉള്ളൂ. ചെറിയ ഡിഫറൻസേ ഉള്ളൂ, വലിയ ഡിഫറൻസ് ഇല്ല. പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെയർ ഇതുവരെ ശരിയായിട്ടില്ല. അതിന് ഒന്ന് എത്തിയിട്ടില്ല. ഹെയറിന്റെ നമ്മുടെ കോഴ്സിന്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ കുറെ കൂടി ഐഡിയ കിട്ടും. ചെറിയൊരു രീതി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയർ ബൈ ലെയർ ചെയ്താൽ മതി. ഇപ്പൊ ആ ടൈഗറിന്റെ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഹെയറിന്റെ അകത്തും ഡിഫറെന്റ് പാറ്റേൺസ് കാണാം. ഹെയറിന് ശരിക്കും ഉണ്ടല്ലോ, ഓരോ ഹെയറിനെയും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കാനായിട്ട് നിൽക്കരുത്, കൺഫ്യൂഷൻ ആവും. അതിന് പകരം ഒരു പോർഷൻ എടുക്കുക. ഇങ്ങനെ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഹെയറിന്റെ അകത്ത് തന്നെ ഡിഫറെന്റ് പോർഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലൈറ്റ് ആൻഡ് ഷാഡോ ഉള്ള എക്സാമ്പിൾ കാണിച്ചു തരണോ? ഒരു മിനിറ്റ്, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. പിൻട്രസ്റ്റിൽ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതുണ്ടോ, ഇതൊരു ഡ്രോയിങ്ങാ. അപ്പോൾ ഈ ടോട്ടൽ ഇത് ഹെയർ, നമ്മുടെ ശരിക്കും ഹെയർ എന്താ, ചെറിയ ചെറിയ രോമങ്ങളാണ് അല്ലേ, ചെറിയ ചെറിയ പീസുകളാണ്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആക്കി സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വലിയൊരു ഒബ്ജക്റ്റ് ഒരു ഹെയർ, അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പീസുകൾ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ഒരു പീസാണ്. അപ്പം അതിനൊരു ടോട്ടൽ ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ട്. അതുപോലെ തന്നെ ഈ കെടുക്കുന്ന ഒരു പീസ്, ഇതിനൊരു ടോട്ടൽ ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ട്. അത് ഓരോ പീസും എടുത്തിട്ട് സെപ്പറേറ്റ് ഒരു ഒബ്ജക്റ്റ് ആക്കി എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇടയിലുള്ള ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ഹെയർ തീർന്നു. അത്രേ ഉള്ളൂ ഹെയർ. അധികം കോംപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ ഇവിടെയാണെങ്കിലും ഇത് വേണമെങ്കിൽ ഒരു ടോട്ടൽ ഒരു പീസാക്കി നമുക്ക് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനൊരു ടോട്ടൽ ലൈറ്റ് നോക്കി, ഇവിടെ ഒരു ഹൈലൈറ്റ് വീഴുന്നു, ഇവിടെ ഒരു ചെറിയൊരു ഡാർക്ക് ടോൺ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഡാർക്ക് കൂടുതലായിട്ട് വന്ന് ഇങ്ങനെ റൗണ്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. അത് ഇതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ടോൺ, അതിനുശേഷം പിന്നെ ലൈൻസും പിന്നെ വൈറ്റ് ലൈൻസും ഒക്കെ, അതിനുള്ള മെത്തേഡൊക്കെ നമ്മുടെ കോഴ്സിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ അതിനെ കാണാൻ നോക്കി. ഞാൻ വേറെ എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഇതാണെങ്കിലും കണ്ടോ, ഇതൊറ്റൊരു പീസാണ്. കണ്ടോ, ഇതിന് ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ ടോട്ടൽ വരും. ഇതൊരു ഡാർക്ക് പീസാണ്, ഇതിനൊരു ലൈറ്റ് ആൻഡ് ഷാഡോ വരും. ഇത് അടുത്തൊരു പീസ്, അതിനൊരു ലൈറ്റ് ആൻഡ് ഷാഡോ. അങ്ങനെ പീസ് ബൈ പീസ്, പോർഷൻ ബൈ പോർഷൻ എടുത്ത് പഠിക്കാനായിട്ട് നോക്കണം. അത് മനസ്സിലാക്കാനായിട്ട് വരണം. പിന്നെ വരയ്ക്കുമ്പോൾ ഈസി ആയിരിക്കും. ചില മെത്തേഡ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. എല്ലാ ഹെയർ അങ്ങനെ തന്നെ, എല്ലാ ഹെയറിന്റെ മെത്തേഡ് അങ്ങനെ. ഇത് നോക്കിയാലോ, നോക്കി ദീ കിടക്കുന്ന ഒരു പീസില്ലേ, അതിൻ്റെ ഒരു ടോട്ടൽ ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ലൈറ്റ് വീഴുമ്പോൾ ഇങ്ങനെ ഗ്രാജുവലി വന്ന് ഇവിടെ ഷാഡോ വീഴുന്നു. അത്രേ ഉള്ളൂ ഹെയർ. നമ്മുടെ മനസ്സിൽ അത് കുറേ സെപ്പറേറ്റ് രോമങ്ങളാണ് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് രോമങ്ങൾ വരയ്ക്കാൻ നോക്കും, അപ്പോൾ നമുക്ക് റിസൾട്ട് വരില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സിംപ്ലിഫൈഡ് മെത്തേഡ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ആർട്ടിസ്റ്റ് ചെയ്ത് നോക്കി, ഡിവൈഡ് ചെയ്ത് ആ പീസ് ബൈ പീസ് മാത്രമേ വരച്ചുള്ളൂ. പക്ഷെ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ഹെയർ ആണെന്ന് തോന്നും, കറക്റ്റ് ഹെയർ കിടക്കുന്ന പോലെ ഫീൽ ആവും. എന്നിട്ട് നോക്കി, ഈ ആർട്ടിസ്റ്റ് ഇനി അടുത്തൊരു ലെയറും കൂടി ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനിച്ചു. ഇവിടെ 2-3 ലെയർ ഷെയ്ഡും കൂടി ചെയ്ത് കുറച്ച് ലൈനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഹെയർ ആയി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ എവിടെയാണ് വീക്ക് ആയിട്ടുള്ളത്, എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും ഒരുപോലെ വഴങ്ങണമെന്നില്ല.
നമ്മൾ എവിടെയാണ് വീക്ക് ആയിട്ടുള്ളത് അവിടെ കുറച്ചും കൂടി ഫോക്കസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും. അനിമൽ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യുന്നതാണെന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനിമൽ ഡ്രോയിങ് കുറച്ചും കൂടി കൂടുതൽ ചെയ്യാം. അപ്പോൾ കുറേ കോൺഫിഡൻസ് കിട്ടും. ഡിഫറെൻറ്റ് ടൈഗേഴ്സിനെയും ലയണിനെയും ഒക്കെ ചെയ്യുക, കുറെ കൂടി കോൺഫിഡൻറ്റ് കിട്ടും. അതിനുശേഷം പോർട്രേറ്റിലോട്ട് ഒന്ന് തിരിച്ചു വരികയാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് സ്വയം ഷെയ്ഡിങ് ഇമ്പ്രൂവ് ആകാനൊരു തോന്നൽ വരുമല്ലോ. അതെനിക്ക് ലൈറ്റ് ഷാഡോ നോക്കി വരയ്ക്കാൻ പറ്റുന്നുണ്ട് ഒരു തോന്നൽ വരുന്ന സമയത്ത് പെയിന്റിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തോ. ഒരുപാട് ഗ്യാപ്പ് എടുക്കണ്ട, കാരണം ഓൾറെഡി കളർ പെൻസിലൊക്കെ ചെയ്യുന്നതല്ലേ. ഒരുപാട് ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്സിങ് വരും. കളർ പെൻസിൽ അല്ലാതെ വരയ്ക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്ത് നോക്കുന്നത്. കുഴപ്പമില്ല. പെയിന്റിങ് ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അത് നിർത്തരുത്, സ്റ്റോപ്പ് എന്നൊരു രീതിയിലോട്ട് വരരുത്. ബ്രേക്ക് എടുക്കാം, പക്ഷെ ഒരു ലോങ് സ്റ്റോപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് പിന്നെ ഡ്രോയിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് പിടിക്കാൻ ഭയങ്കര ഒരു സ്റ്റക്ക് വരും നമുക്ക് പെയിന്റിങ് ചെയ്യാനായിട്ട്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് പെയിന്റിങ്ങിന്റെ മെറ്റീരിയൽ ആക്ച്വലി സാറ് യുഎയില് പുറത്തുള്ളവരൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കാനായിട്ട് ട്രൈ ചെയ്ത് സ്കൂളിലെ ഡ്രോയിങ് ബുക്കിലാണ് ചെയ്തത്. പക്ഷെ ആ പേപ്പർ ആക്ച്വലി വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഭയങ്കര സോക്കായിപ്പോയി. അപ്പം ഞാൻ ഈശ്വര പേപ്പർ കറക്റ്റ് അല്ലേ, പേപ്പർ സെറ്റ് ആയിട്ട് വേണം അടുത്ത പെയിന്റിങ് ചെയ്ത് നോക്കാൻ. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ് പേപ്പറിൽ വരച്ചതാണ് ആ ബേർഡിന്റെ പിക്ചർ. ഇപ്പം ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് ഞാൻ, അത് എത്രത്തോളം വർക്കിംഗ് ആണെന്ന് അറിയില്ല, ചെയ്തു നോക്കി. പെയിന്റിങ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വാട്ടർ കളർ ചെയ്യുമ്പോൾ ടൂൾസ്, ഡ്രോയിങ്ങിന്റെ തിയറി അല്ല പെയിന്റിങ്ങിലോട്ട് വരുന്ന സമയത്ത്. ഡ്രോയിങ്ങിൽ ഞാൻ പറഞ്ഞു ടൂൾസ് സ്റ്റാർട്ടിങ്ങിൽ ഇമ്പോർട്ടൻസ് അല്ലാന്ന്. പക്ഷെ പെയിന്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ ടൂൾ ഇമ്പോർട്ടൻ്റാ. കാരണം ഇപ്പോൾ നമ്മൾ നല്ല പേപ്പർ യൂസ് ചെയ്യാതെ നല്ല പെയിന്റ് യൂസ് ചെയ്യാതെ ബേസിക്സ് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ വരും. നമുക്ക് എങ്ങനെ തിരുത്തണം എന്ന് അറിയാൻ പറ്റൂല. എപ്പോഴും പെയിന്റിങ്ങിൽ സ്റ്റാർട്ടിങ്, പ്രത്യേകിച്ച് വാട്ടർ കളറിൽ ഒരു ബെറ്റർ ക്വാളിറ്റി പേപ്പർ യൂസ് ചെയ്യുക. വാട്ടർ കളർ പേപ്പർ തന്നെ വാങ്ങുക. 300 GSM ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ പെയിന്റ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ഗ്രേഡ് വാങ്ങുന്നത് നല്ലതായിരിക്കും. ഓൾറെഡി കോഴ്സിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ രീതിയാണല്ലോ, അപ്പം അതേ രീതി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. യെസ്. വേറെ എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ? അടുത്തൊരു 12 മാസം, അടുത്തൊരു 1 year ഗോള് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിൽ കേട്ടോ എന്തൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക? ആർട്ടില് എനിക്ക് ഞാനിപ്പോ പറഞ്ഞില്ലേ സാർ, ഇപ്പം പോർട്രേറ്റ് വരയ്ക്കുന്ന എൻ്റെ അടുത്ത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റെഫി ആ പിക്ചർ ഒന്ന് വരച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സ് എനിക്ക് വരച്ച് അവർക്കൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. ഞാൻ ഇപ്പൊ ചോദിക്കുമ്പോഴെല്ലാം അയ്യോ ഞാൻ അത്ര ആയിട്ടില്ല, ഞാൻ വരച്ചു തരാം എന്നൊക്കെയുള്ള ഒരു എക്സ്ക്യൂസിൽ ഇപ്പൊ വീണ്ടും നിൽക്കുക. മുന്നേ പറയുന്നത് അയ്യോ എനിക്ക് അറിയത്തില്ല, പ്ലീസ് എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല എന്ന് വിചാരിച്ചിട്ട് എക്സ്ക്യൂസ് കൊടുക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് മുന്നേ തൊട്ട് ചോദിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പം അതിൽ കുറച്ച് പിക്ചേഴ്സ് എന്റെ മനസ്സിലുണ്ട്. അവർക്ക് വരച്ചു കൊടുക്കണം എന്നുള്ളൊരു ഗോൾ എനിക്കിപ്പോ മനസ്സിലുണ്ട്. അത് ചെയ്യണം. പിന്നെ ഈ കമ്മീഷൻ പോലെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഇപ്പൊ ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ അടുത്ത് ഈ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിയപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പേജ് സ്റ്റാർട്ട് ചെയ്ത് ആ പേജിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എന്തിനാ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൊരു ഉൾവിളി എനിക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ വരയ്ക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ പേജിൽ എനിക്ക് കുറച്ച് കമ്മീഷന്റെ മെസ്സേജസ് വന്നു തുടങ്ങി. അത് എത്രത്തോളം റിയൽ ആണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം നമുക്ക് ഒരുപാട് ഇപ്പൊ ഫേക്ക് മെസ്സേജസ് ഒക്കെ വരുമല്ലോ, അത് റിയൽ ആണെന്ന് അറിയില്ല. പക്ഷെ ഒരു 1-2 മെസ്സേജസ് അതിൽ വന്നു. അതിൽ വന്നത് കുറച്ച് ഫോറിനേഴ്സ് ആണ് വന്നത്, നമ്മുടെ നാട്ടിൽ നിന്നൊന്നും അല്ല, ഫോറിനേഴ്സ് ആണ് വന്നത്. ഇനിയിപ്പോ ഇവിടെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എക്സ്പോഷർ ചിലപ്പോൾ അങ്ങോട്ട് കൂടുതലായിരിക്കും. അപ്പൊ എനിക്ക് ഇപ്പോഴും കോൺഫിഡന്റ് അല്ല അതോ റിയൽ ആയിട്ട് വന്ന കമ്മീഷൻ വർക്ക് ആണോ അതല്ലയോ എന്ന്, അതെനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ അവര് ചോദിക്കുമ്പം അവര് പറഞ്ഞ പേപ്പറിന്റെ സൈസ്, ഇന്ന ഫ്രെയിം എന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്ന് ഇങ്ങനെ ആലോചിച്ചു, ഈശ്വര അതെന്തുവാ എന്നൊക്കെ ഇങ്ങനെ അതൊന്നും ഞാൻ ചെയ്ത് നോക്കിയില്ല. ഞാനിപ്പോ ആക്ച്വലി ചെയ്യുന്നത് A4 പേപ്പറിൽ ചെയ്യുന്നത്, നമ്മളുടെ സ്കെച്ച് ബുക്കിൽ ചെയ്യുന്നതും അല്ലാതെ വേറൊരു പേപ്പർ അല്ലെങ്കിൽ വേറെ മീഡിയത്തിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ ഞാനൊന്ന് സ്റ്റക്കായി നിൽക്കാം. അപ്പം അതൊക്കെ ഒന്നും കൂടെ ഒന്ന് റിസർച്ച് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി അതിലൊന്ന് ഇംപ്രൂവ് ചെയ്യണം എന്ന് എനിക്കുണ്ട്. അപ്പം ആ വന്ന ഇതിന് ആദ്യമേ ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ മെസ്സേജ് കൊടുത്തെങ്കിലും പിന്നെ ഞാൻ ആ മെസ്സേജ് ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അങ്ങോട്ട് പിന്നെ റിപ്ലൈ കൊടുത്തില്ല. അതൊന്ന് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ട്. അതാണ് ഒരു ഗോള് വെച്ചേക്കുന്നത്. പിന്നെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ് കുറച്ചുകൂടെ എനിക്ക് എന്നിൽ ബിൽഡ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ എന്നെ കുറച്ചുകൂടെ ഒന്ന് ബിൽഡ് ചെയ്യാനുണ്ടെന്ന് എനിക്ക്
ഇപ്പോഴും ഞാൻ ആ ലെവലിൽ ആയിട്ടില്ല എന്നൊരു ഇതുള്ളത് കൊണ്ട് ഫോക്കസ് ഓൺ മീ, എന്നെ ബിൽഡ് ചെയ്യുക, അതാണ് അടുത്തത്. പിന്നെ ഈ കൊല്ലം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച കുറെ കാര്യങ്ങൾ എനിക്ക് ഈ കൊല്ലം ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും അതിന്റെ ഒരു മോട്ടിവേഷനും കൊണ്ട് അടുത്ത കൊല്ലവും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇപ്പൊ സാറ് പറയുന്ന കണക്ക് ഇപ്പൊ കുറച്ച് ഗോൾ ഇന്ന ടൈം പീരീഡ് സെറ്റ് ചെയ്ത് വെച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഗോൾസ് സെറ്റ് ചെയ്തിട്ട് അത് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഈ കൊല്ലം എനിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു കാര്യം ബുക്ക് റീഡിംഗ് ആണ്. ഞാൻ മുന്നേ ബുക്സ് ഒരുപാട് വായിക്കുമായിരുന്നു. ഇക്കൊല്ലം എനിക്ക് അങ്ങനെ ഒരു ബുക്കും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ബുക്ക് ഞാൻ 2018 സ്റ്റാർട്ട് ചെയ്ത ഒരു ബുക്ക് എനിക്ക് പ്രശ്നങ്ങൾ കാരണം അതിങ്ങനെ മാറ്റി 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 വെച്ചു. അത് ഞാൻ ഈ കൊല്ലം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ലൈബ്രറിയിൽ ഞാനിങ്ങനെ ബുക്സ് എടുക്കുന്നുണ്ട്, കുറച്ച് വായിക്കും, പിന്നെ തിരിച്ചു കൊടുക്കും, കുറച്ച് വായിക്കും, തിരിച്ചു കൊടുക്കും. ആ ഒരു പ്രോസസ്സാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഞാൻ വീണ്ടും 2 ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇയറിൽ എനിക്ക് ആ ബുക്ക് റീഡിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാണ്. പിന്നെ പിന്നെ പിന്നെന്ന് വെച്ചാല് എനിക്ക് ഈ പ്രശ്നങ്ങൾ വന്നപ്പോ ഞാൻ ആൾക്കാരിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് മാറി. എനിക്ക് ആൾക്കാരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് വെക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോഴും എനിക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം റിലേറ്റീവ്സിന്റെ അടുത്താണെങ്കിലും എല്ലായിടത്തും ആക്ച്വലി ഭയങ്കര ഡിസ്റ്റന്റ് ആണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതാണെങ്കിൽ മമ്മിയുടെ അടുത്ത്, സിസ്റ്ററിന്റെ അടുത്ത്, പിന്നെ സ്കൂളിൽ ആ ജോബിൽ റിലേറ്റഡ് ഫ്രണ്ട്സിന്റെ അടുത്ത്. അല്ലാതെ എന്റെ ഫ്രണ്ട്സ് സർക്കിൾ ഭയങ്കര ചെറുതാണ്. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം ചിലർ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ നോക്കുമ്പോൾ എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ചിലപ്പോൾ സംസാരിച്ചു പോകും. പക്ഷെ എനിക്ക് പിന്നെയും ഉള്ളിലൊരു സ്റ്റോപ്പിംഗ് ആണ്. അയ്യോ അത് പറ്റത്തില്ല, ഞാൻ ഓവറായിട്ട് ഒന്ന് സംസാരിച്ചു, അത് സ്റ്റോപ്പ്. അതൊന്ന് ചെറുതായിട്ട് ഇംപ്രൂവ് ചെയ്ത് കുറച്ചും കൂടി ഒരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ട്. അതുകൂടെ വർക്ക് ചെയ്ത് സെറ്റ് ആക്കണം എന്ന് അടുത്ത വർഷത്തേക്കുള്ള ഗോൾസിൽ വെച്ചേക്കാം. ഇതിൽ ഞാൻ ഇൻപുട്ട് തരാം കേട്ടോ. ഞാനത് നോട്ട് ചെയ്ത് വെക്കണേ. ഞാൻ 1 by 1 ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, പോർട്രേറ്റ് ഇമ്പ്രൂവ് ചെയ്യേണ്ട കേസ് പറഞ്ഞത്, ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്തോളൂ. അതായത് ഒരു 25 പോർട്രേറ്റ് അല്ലെങ്കിൽ ഒരു 50 പോർട്രേറ്റ് ഡ്രോ ചെയ്ത് കംപ്ലീറ്റ് ആക്കുമെന്ന് ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്, അറിയാമല്ലോ. എൻ്റെ പുറത്ത് തന്നെ കുറേ സ്റ്റുഡൻസ് നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഫസ്റ്റ് പോർട്രേറ്റ് പെർഫെക്റ്റ് ആവണമെന്നില്ല. നമ്മുടെ ഉദ്ദേശം 25 പോർട്രേറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഓഡിയൻസിന് കാണണം, നമ്മുടെ ഫോളോവേഴ്സിന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. 1-ൽ നിന്നും 25-ലോട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വന്നു. അത് 1 by 1 ആയിട്ട് അതിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോ കാണിക്കാം, ഇഷ്ടമുള്ള പോലെ. അപ്പം അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് തന്നെ ആരും പെർഫെക്റ്റ് ആവില്ല, മിസ്റ്റേക്സ് ഉണ്ടാവും. മിസ്റ്റേക്സ് ഓപ്പൺ അപ്പ് ചെയ്യുക. അപ്പം ഞാനും ഇംഗ്ലീഷിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓപ്പൺ അപ്പ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല സംസാരിച്ചിട്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടും. നമ്മൾ ഒരിക്കലും അഭിനയിക്കാൻ നിൽക്കുന്നില്ലല്ലോ. നമ്മൾ ഇതാണ് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 25 പോർട്രേറ്റ് ചലഞ്ച് പോലെ ധൃതി ഒന്നും പിടിക്കരുത്. അടുത്തൊരു വർഷത്തിൻ്റെ ഇടയ്ക്കോ ഒരു ഡെഡ് ലൈൻ വെക്കണം. പക്ഷേ അങ്ങനെ ഒരു ചലഞ്ച് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഒരു 25 പോർട്രേറ്റ് ചലഞ്ച് എന്ന് പറയുന്ന കാര്യം. എന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എൻക്വയറീസ് വരും, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എടുക്കാൻ പറ്റുന്ന എൻക്വയറി മാത്രം എടുക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ അല്ല, അതിൻ്റെ ബിഹൈൻഡിലുള്ള തിയറി പറയുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് എങ്ങനെ നോ പറയും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ഇപ്പം എനിക്കിപ്പോ വന്ന മെസ്സേജിൽ എനിക്ക് എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. ഞാനിങ്ങനെ ബ്ലണ്ട് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത കണക്കാണ് എനിക്ക് ഫീൽ ചെയ്ത്. അതൊരു നമ്മളൊരു ആളുമായിട്ട് ഡീൽ ചെയ്യുമ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ അവരെന്നല്ല, ഇപ്പൊ ആരുമായിട്ടാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളയും. എനിക്ക് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് സ്റ്റോപ്പ് ആക്കി വിടും. അപ്പം അതും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഞാൻ അതാ പറഞ്ഞ സോഷ്യൽ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അത് ഞങ്ങൾ ബിസിനസ് സൈഡിൽ കുറേ പേര് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എനിക്കിപ്പോൾ കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയാം. നമുക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ട്, വീക്കിലി മീറ്റിംഗ് ഉണ്ട്, കുറേ കാര്യങ്ങൾ. അത് ലൈഫ് ടൈം നിങ്ങൾക്ക് ഞാനൊരു പ്രോമിസ് തന്നിരിക്കുക, ലൈഫ് ടൈം ഞാൻ കൂടി ഉണ്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ. ഒരാൾ മാത്രമല്ല, ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, സച്ചിനെ, നീ എൻ്റെ കുട്ടിയെ നീ പഠിപ്പിക്കണം, പേഴ്സണൽ ട്രെയിനിങ് ചെയ്യണം, സൺഡേ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ, സൺഡേ മുഴുവൻ സച്ചിൻ്റെ ടൈം വേണം,
ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാൻ തയ്യാറാണ്, സച്ചിൻ തന്നെ വേണം പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ നോ പറയുന്നൊരു ചോദ്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളൊക്കെ ആണെങ്കിൽ നമുക്കപ്പോൾ കണ്ണടച്ച് നോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കും. അപ്പം അവിടെ എങ്ങനെ നോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു തുകയെന്ന് പറയാം. അതിൽ ജസ്റ്റിഫിക്കേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ ഫീസ്, അല്ലെങ്കിൽ എൻ്റെ മണിക്കൂറിൻ്റെ ഫീസ് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് പേര് ഒഴിവാക്കിയിട്ടുണ്ട്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അവനത് പറയേണ്ട റീസൺ, അവൻ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ സമയത്ത് അവൻ്റെ ലൈഫിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈസിയാണ്. അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തതിൽ അധികം പ്രശ്നങ്ങൾ സംഭവിക്കാത്ത ഏറ്റവും നല്ല സൊല്യൂഷൻ. അല്ലെങ്കിൽ പിന്നെന്താ അതല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൺവിൻസ് ചെയ്യാൻ നിൽക്കണം. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ക്ലാസ് ഉണ്ട്, മറ്റതുണ്ട്. അപ്പോൾ അവർ തിരിച്ച് ഡിബേറ്റിന് വരും. അതങ്ങനെ ചെയ്തു, ഇങ്ങനെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് ഈ പരിപാടിയാണ്. ട്രൈ ചെയ്ത് നോക്ക്. വിജയിച്ചില്ല നമുക്ക് വേറെ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കമ്മീഷൻ വർക്കിന്റെ കാര്യം, ഈ പറയുന്ന പ്രോസസ്സിലൂടെ വരുന്ന വർക്കുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്താണെന്ന് അറിഞ്ഞ് പല ചുക്ക് ഞാൻ എന്താണെന്ന് അറിയാതെ എൻ്റെ ഇതിലോട്ടൊരു സ്റ്റുഡൻറ് വന്നു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നത് വേറെ ആയിരിക്കും, ഞാൻ ഡെലിവറി ചെയ്യുന്നത് വേറെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ പാറ്റേൺ ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈസി ആയിട്ട് മാറുന്നത്. ഒരുപാട് പേര് ഫുൾ ലൈവ് ക്ലാസ് ആണ്, ഞാൻ ഫുൾ ടൈം നിങ്ങളുടെ ബാക്കിലുണ്ടാകുന്നൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ രണ്ടും മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സോഷ്യൽ മീഡിയ നല്ലൊരു ടൂളാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനായിട്ട്, നമ്മൾ എന്താ റിയൽ എന്ന് അറിയാനായിട്ട്, നമ്മുടെ സർവീസ് എന്താണെന്ന് അറിയാനായിട്ട്. അതിൻ്റെ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ മതി. 25 പോർട്രേറ്റ് ചലഞ്ചോ 50 പോർട്രേറ്റ് ചലഞ്ചോ. പിന്നെ ബുക്ക് റീഡിങ്ങിന്റെ കാര്യം, അതിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എന്തിനാണ് ആ ബുക്ക് വായിക്കുന്നത്? ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ഫുൾ ബുക്കുകൾ വായിക്കാറില്ല. ഞാൻ ഷോർട്ട് കട്ട് എടുക്കും. ഈ ബുക്ക് എടുക്കും, അല്ലെങ്കിൽ ഓഡിയോ ബുക്ക് കേൾക്കും. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ എല്ലാ ബുക്സിൻ്റെയും 10 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്, അത് കാണും. അത് കണ്ടിട്ട് ബുക്ക് വായിക്കാതിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഷോർട്ട് കട്ടിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. സാർ അന്ന് ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ബുക്സ് സാറ് ഓഡിയോ ബുക്സ് ആണ് കേൾക്കുന്നത്, അപ്പം അതിന്റെ സമറി ഒക്കെ കേൾക്കുന്നത്. പക്ഷെ എനിക്ക് ഓഡിയോ ബുക്സ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് ഫോണിൽ ഞാൻ ആക്ച്വലി കുറെ ആപ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ബുക്ക് വായിക്കാൻ. പക്ഷെ അതും ആക്ച്വലി വർക്കിംഗ് അല്ല. കാരണം എനിക്ക് ആ ഒരു ബുക്കിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോഴേ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ അതാണ് എന്തോ ആയാലും ഇനി വായിച്ചു തുടങ്ങണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ സാറിന്റെ പോഡ്കാസ്റ്റ്, അയ്യോ അത് പറയണം കേട്ടോ സാർ. ഭയങ്കര മോട്ടിവേഷൻ ആണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് സാറിന്റെ പോഡ്കാസ്റ്റ്. ഈവൻ സാറിന്റെ ക്ലാസ് ആണെങ്കിൽ പോലും ഇപ്പൊ യൂട്യൂബിൽ ഞാൻ പറഞ്ഞില്ലേ, സാറിന്റെ യൂട്യൂബ് ക്ലാസ്സസ് ഞാൻ കണ്ടത് ക്ലാസ്സിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ്. അതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര നമുക്ക് കേട്ടിരുന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് നമുക്ക് തോന്നും. ഈ പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ ആയതിനു ശേഷം എല്ലാം ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ ആക്ച്വലി ഓൺലൈൻ ക്ലാസ്സിനോടുള്ള ഒരു താല്പര്യമേ നമുക്ക് പോകും. പക്ഷേ സാറിന്റെ ക്ലാസ് അങ്ങനെയല്ല. നമുക്ക് ആ ഒരു 1 hour ക്ലാസ് ആണെങ്കിലും 2 hours ക്ലാസ് ആണെങ്കിലും നമുക്ക് ആ കണ്ടിന്യൂസ് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ്, ആ പിടിച്ചെടുത്താനുള്ള ഒരു കഴിവ് സാറിനുണ്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ സാർ. താങ്ക് യു. കാരണം ആ എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സെൽഫ് ഇംപ്രൂവ്മെന്റ്. ഇപ്പോൾ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ആ തോട്ട് എങ്ങനെ വന്നേ? സെൽഫ് ഇംപ്രൂവ്മെന്റ് വരുത്തണം എന്നുള്ള തോട്ട് എവിടെ നിന്ന് വന്നേ? ഹിന്റ് മാത്രം അതായത് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് പറയണമെന്നില്ല. തോട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തേ? ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ കംപ്ലീറ്റ്ലി എല്ലാവരെയും നിന്നും ക്ലോസ് ആയി. എന്നുവെച്ചാൽ ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം എന്റെ ആ റൂമില് ഞാൻ ഒറ്റയ്ക്കാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ റൂം അടച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം അങ്ങനെ കുറച്ച് നാള് ഞാൻ റൂമിൽ ആദ്യമൊക്കെ എനിക്ക് അതായിരുന്നു ഭയങ്കര പീസ്ഫുൾ. കാരണം എനിക്ക് പുറത്തുള്ള ആരുടെയും ഒരു കാര്യം അറിയണ്ട, ആരും എന്റെ ഒരു കാര്യം അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അങ്ങനെ ആയിരുന്നപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അതിൽ ഞാൻ കുറച്ച് നാൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പോയി. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എനിക്ക് അതെന്നെ ഡിപ്രഷൻ അടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു ഫീലിംഗ് വന്നു തുടങ്ങി. കാരണം എനിക്ക് ആ ഡിപ്രസ്ഡ് സ്റ്റേറ്റ് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനേ എനിക്ക് താല്പര്യമില്ല. എനിക്ക് തന്നെ തോട്ട് വന്നു തുടങ്ങിയപ്പോ എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനൊന്നും ഇതായി പോകുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെയും ഞാൻ വരച്ചു തുടങ്ങണം, ബുക്സ് വായിക്കണം. ഡാൻസ് ക്ലാസ്സിന് ഞാൻ ഇതിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രൈവിങ്ങിന് പോയി ചേർന്നു. ഞാൻ ഇവിടെ ലൈസൻസ് എടുത്തു. ഇപ്പോ ആക്ച്വലി എനിക്ക് 10 കൊല്ലം മുന്നേ നാട്ടിലെടുത്ത ഞാനാ. എന്നിട്ട് പേടിച്ചിട്ട് മടിച്ചാണ് ഇവിടെ എടുക്കാൻ.
ഈ ഒരു തോട്ട് പ്രോസസ്സ് വന്നതിന് ശേഷമാണ് ഇപ്പൊ പോയി ലൈസൻസ് എടുത്തു, ഡാൻസിന് ജോയിൻ ചെയ്തു, ആർട്ടിന് ജോയിൻ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. ബട്ട് സ്റ്റിൽ ഞാൻ പിന്നെയും എന്നിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു എന്നുള്ളൊരു ആ ഒരു ആൻസൈറ്റി, എനിക്കിപ്പോഴും ആ ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പം ആ ഒരു ആൻസൈറ്റി ആണെന്ന് തോന്നുന്നു എനിക്ക് ആ ഒരു തോട്ട് വന്നത്. അതിന്റെ കുറച്ചുകൂടെ എന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം കേട്ടോ. ഞാൻ സെയിം സിറ്റുവേഷനിലൂടെ ഞാനും പോയിട്ടുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ, ഒരാൾ പറയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല എന്നായിരിക്കും. അതിന് ശരിക്കും ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. ഒരാൾ പറയാം എൻ്റെ കയ്യിൽ 100 കോടി ആസ്തി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. ഈ പറയുന്ന പോലെ നമുക്ക് ഫ്രണ്ട്സ് കുറവാണെങ്കിൽ, ഞാനും ആ സിറ്റുവേഷനിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, എന്നിരുന്നാൽ കൂടി ആരുമായിട്ട് കണക്ഷൻ ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് നെഗറ്റീവ് സൈഡും ഉണ്ട്, അതിന് പോസിറ്റീവ് സൈഡും ഉണ്ട്. ഏതൊരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായാലും എല്ലാത്തിനും അത് രണ്ടും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മുടെ ബ്രെയിൻ ഇഷ്ടമാണ് നെഗറ്റിവിറ്റീസ് കൂടുതൽ കാണാനായിട്ട്. അങ്ങനെയാണെങ്കിലാണ് അതിനെ കൂടുതൽ ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഇറങ്ങാനോ കുറേ ഇമോഷൻസ്, ഹോർമോൺസ് കൂടുതൽ ജനറേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം എപ്പോഴും അതിനൊരു ഒരു ഒരു അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. പ്രത്യേകിച്ച് ആർട്ട് ചെയ്യുന്നവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആർട്ട് ചെയ്യുന്നവർ കൂടുതലും ഇമോഷൻസ്, ആർട്ട്, കവിത എഴുതുക, കഥ എഴുതുക, ഇമോഷൻസിലോട്ട് ഡെപ്തിൽ ഇറങ്ങാനാണ് എല്ലാവർക്കും താല്പര്യം. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഇമോഷൻ ഈ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്ന ഇമോഷനും ഇഷ്ടം, സ്നേഹം എന്ന് പറയുന്ന ഇമോഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിലോട്ട് ഇൻഡെപ്തിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ചോദ്യം ഇതാണ്, അത് നമ്മുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ പറ്റണം. അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ ഫോക്കസ് മാറ്റുക എന്നുള്ളതാണ്. ഒരു ചെറിയൊരു എക്സാമ്പിളോട് ഞാനത് പറഞ്ഞുതരാം. ഞാൻ കുറേ മെൻറ്റർഷിപ്പ് എടുക്കുന്നുണ്ട്. ബിസിനസ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും ഡിഫറെൻറ്റ് മെൻറ്റേഴ്സ് എനിക്കുണ്ട്. അപ്പോൾ അതിൽ എല്ലാത്തിനും കോമണായി ഞാൻ പഠിച്ചൊരു കാര്യം, ഫസ്റ്റ് ഒരു മെൻറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സർക്കിൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. നമുക്ക് എത്രത്തോളം സുഹൃത്തുക്കളുണ്ടോ അതിൻ്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനാണ് അവർ ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകളിലൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നവർ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ തിയറി വളരെ സിമ്പിളാണ്. നമുക്കൊരു 5 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ 5 പേരുടെ ക്യാരക്ടറിൻ്റെ, 5 പേരുടെ സ്വത്തിൻ്റെ, സമ്പാദ്യത്തിൻ്റെ എല്ലാത്തിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മൾ. 5 പേരുടെ സാലറി കാൽക്കുലേറ്റ് ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ഇൻകം. 5 പേരുടെ സ്വഭാവം നോക്കി ഡിവൈഡ് ബൈ 5 ചെയ്യുന്നത് അതിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മുടെ സർക്കിളിനെ അപേക്ഷിച്ചിരിക്കും. അതൊരു തിയറി ആട്ടോ, എല്ലാ തവണയും കറക്റ്റ് ആവണമെന്നില്ല, പക്ഷേ തിയറി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ഈ പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ആരൊക്കെ നമ്മുടെ ലൈഫിലോട്ട് വരും, ആരൊക്കെ വരുന്നില്ല എന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പ്യൂർ ആവും. ഇതായിരുന്നു കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെയ്യാനായിട്ട് എന്നെ ഈസി ആക്കിയ കാര്യം സ്റ്റെഫി കടന്നുപോയ സെയിം സിറ്റുവേഷനിലൂടെ ഞാൻ പോയതുകൊണ്ടാണ്. ആലോചിച്ച് നോക്കി, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഈ ഓൺലൈൻ ക്ലാസ്സും പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ വിളിക്കും, സൺഡേ ആണ്, ഒരുപാട് പരിപാടികളുണ്ട്. ഇതൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ മാനേജ് ചെയ്ത് ഇതിന്നൊക്കെ ഒഴിവാക്കി ആ പോസിറ്റീവ് സൈഡിലോട്ട് മാറ്റി. സ്റ്റെഫി ഇപ്പോൾ റൂമിൽ ഇരുന്ന് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ശല്യപ്പെടുത്താനായിട്ട് ഒരാളില്ല. വെറുതെ പുറത്തു പോയി 2 ബിയർ അടിക്കുക എന്ന് പറയാനായിട്ട് ആരുമില്ല. അപ്പം അതൊക്കെ നമ്മുടെ ലൈഫിനെ ക്വാളിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പേപ്പർ എടുക്കുക, ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് സ്റ്റെഫിയോട് മാത്രമല്ല കേട്ടോ, വീഡിയോ കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ വീഡിയോ കാണുന്ന ഒരുപാട് എൻ്റെ ഫോളോവേഴ്സ് ഉണ്ട്. അവർക്ക് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായാലും ഒരു പേപ്പർ എടുക്കുക, എഴുതുക, ഹെഡിങ് എഴുതുക. ആ നെഗറ്റീവ് സിറ്റുവേഷൻ എന്താണെന്ന് ഹെഡിങ് എഴുതുക. അതിൻ്റെ താഴെ 1 by 1 ആയിട്ട് അതിൻ്റെ അകത്തുള്ള പോസിറ്റീവ് സിറ്റുവേഷൻസ് 1 by 1 ആയിട്ട് എഴുതുക. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയോ ബെറ്റർ ആണ് ഈ സിറ്റുവേഷനിൽ ഞാനിരിക്കുന്നത് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ട്? അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം സ്റ്റീവ് ജോബ്സിന്റെ ഒരു കണക്ടിങ് ദ ഡോട്ട്സ് സ്പീച്ച് കേട്ടിട്ടുണ്ടോ? ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ആളുകൊണ്ട് കേട്ടിട്ടുണ്ടോ കണക്ടിങ് ദ ഡോട്ട്സ്? നാളെ എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് അറിയുന്നുണ്ടാവില്ല, പക്ഷെ ഇപ്പം എന്താ നടക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞത് എന്താ നടന്നതെന്ന് നമുക്കറിയാം. ഇത് ബാക്കോട്ട് ഡോട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ സ്റ്റോറി എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് മുൻപോട്ട് ഒരിക്കലും കണക്ട് ആക്കാൻ പറ്റില്ല. ഇപ്പൊ നടക്കുന്നതിന് മുൻപ് ചിലപ്പോൾ അടുത്ത ദിവസം സംഭവിക്കാനുള്ള ബെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ സിറ്റുവേഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എൻ്റെ ലൈഫിൽ കുറേ ഇൻസിഡൻസ് അങ്ങനെ നടന്നുകൊണ്ടാണ് എനിക്കിങ്ങനെ ക്ലാസ് എടുക്കാനും പറ്റും, നിങ്ങളുടെ അടുത്ത് ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്ന, ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തൊക്കെ ചെയ്ത് ആരും അറിയപ്പെടാതെ പോയേനെ. മനസ്സിലാവുന്നുണ്ടോ?
ഇത് ഒബ്സർവ് ചെയ്യുക. എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും ഇമോഷണലി ചിന്തിക്കാൻ നമുക്ക് തോന്നും, അത് ബോഡി അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ലോജിക്കലി ചിന്തിച്ച് നോക്കുക, ഇങ്ങനെയാണ്, അതിങ്ങനെ സംഭവിച്ചു, ഇപ്പം ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് എന്തൊക്കെ പോസിറ്റിവിറ്റി ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എനിക്ക് മനസ്സിലായ കാര്യം, ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് ഇനി ആരുടെയും കല്യാണത്തിന് പോകണ്ട, ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് പോകേണ്ട ആവശ്യമില്ല, കസിൻസിനെ വിളിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഫോൺ ഇപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നോക്കി മനസ്സിലാവും, ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ചാലും ഇതിൻ്റെ അകത്ത് വരുന്ന മെസ്സേജുകളും കോളുകളും, സ്റ്റുഡൻസ് എന്നെ വിളിക്കാറില്ല, അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, എന്നെ വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോള് ഒന്നും വരില്ല, ഇങ്ങനെ തന്നെ ഇത് ഇങ്ങനെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ഒരു സൈഡിൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ലോൺലിനെസ് എല്ലാം തോന്നുമെങ്കിലും മറ്റൊരു സൈഡിൽ ഭയങ്കര പോസിറ്റീവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എനിക്കൊരു ഓർമ്മ ഉള്ളൊരു കാര്യം, ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സമയത്ത്, നമ്മൾ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കുമ്പോൾ കുറേ റിലേഷൻഷിപ്പ് നമുക്ക് നഷ്ടപ്പെടും. റിയൽ ആണത്. ഗ്രോത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പൈസ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ സ്റ്റെഫി ഇപ്പോൾ മാസം 1,00,000 രൂപ സമ്പാദിക്കുന്ന ആളെന്നായിരിക്കും. അത് പെട്ടെന്ന് അടുത്ത മാസം മുതൽ 10 ലക്ഷം ആവുന്ന സമയത്ത് ചിലപ്പോൾ ബ്രേക്ക് വരും, പല ബന്ധങ്ങളും ബ്രേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റെഫിയുടെ ഗോള്, ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടേ മാറും. അപ്പോൾ ആ 10 ലക്ഷം നമുക്ക് കിട്ടുന്ന സമയത്ത് പിന്നെ നമ്മൾ പൈസയുടെ പിന്നാലെ പോവില്ലല്ലോ, നമുക്ക് ലക്ഷ്യങ്ങൾ മാറും. പൈസനേക്കാളും വലുത് എന്തോ ലക്ഷ്യം നമുക്ക് കിട്ടും, നമുക്ക് അത് മാറും. ഈ പറയുന്ന റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും. അത് ബ്രേക്ക് ആവുന്ന സമയത്ത് അത് ബ്രേക്ക് ആവാതിരിക്കാനായിട്ട് ചുറ്റുമുള്ളവർ നമ്മളെ വലിക്കും. എങ്ങോട്ട് വലിക്കും? തൊട്ട് താഴത്തെ ലെവലിലോട്ട് വലിക്കും. കാരണം നമ്മൾ ഏത് ലെവലിൽ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത്, ഇവർക്ക് ബെനിഫിറ്റ് നമ്മൾ ആ ലെവലിൽ നിൽക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എപ്പോൾ അടുത്ത ലെവലിലോട്ട് പോകുന്നു അപ്പോൾ ഇവർ നമ്മൾ ഇങ്ങോട്ട്. ഇത് ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് ഈ എൻ്റെ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക്, എൻ്റെ പ്രായമല്ല, ടീനേജിലുള്ള ആൺകുട്ടികൾക്ക് അത് ഇഷ്യൂ ഉണ്ടാവും. ഇപ്പോൾ ഒരു 10, 23, 25 വയസ്സാകുമ്പോൾ ആൺകുട്ടികൾക്ക് ലൈഫിൽ നേടണം എന്നൊക്കെ ഒരു ചിന്ത വന്നിട്ട് അവർ ഫ്രണ്ട്സിനൊക്കെ പതിയൊന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കും. ജോലി നോക്കാൻ, നല്ല രീതിയിൽ ജോലി ചെയ്യാൻ, പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട്സ് ഇവരെ തിരിച്ചു വിളിക്കും, വാടാ സിനിമയ്ക്ക് പോകാം, വാടാ മദ്യപിക്കാൻ പോകും, വാടാ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇതൊന്നും മോശം എന്നല്ല പറയുന്നത്, പക്ഷെ ഫുൾ ടൈം ഇതായി കഴിഞ്ഞാൽ ഇവൻ അവൻ്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. അപ്പം ഇവനൊരു സാക്രിഫൈസ് അവിടെ എടുക്കേണ്ടി വരും, ഇവനൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഈ ബ്രേക്ക് എടുത്താൽ മാത്രമേ ഇവനെ നെക്സ്റ്റ് ലെവലിലോട്ടും. ഇതെല്ലാ ലെവലിലും ഉണ്ട്. അവന് ജോലി കിട്ടുമ്പോൾ, അവന് പ്രമോഷൻ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവനൊരു വീട് വെക്കുമ്പോൾ, അവൻ വീണ്ടും സമ്പാദ്യം ഉണ്ടാകും, അവനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അവൻ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്ന സമയത്ത് ഈ ബ്രേക്കിംഗ് എല്ലാ തവണയും വരും. അപ്പം ഇതൊരു എന്താ പറയുക, ലോൺലി പ്രോസസ്സാണ്. ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോകുക എന്ന് പറയുന്നത് ഒരു ലോൺലി പ്രോസസ്സാണ്. അതങ്ങനെ തന്നെ കണ്ടാൽ മതി. പക്ഷെ അങ്ങനെ പോകുമ്പോൾ കുറേ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. പല ചോദിക്കും, സ്റ്റെഫിക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് സ്റ്റെഫി പഠിപ്പിക്കുമ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. ഇപ്പം ഇങ്ങനെ സ്റ്റുഡൻറ്റ് സ്റ്റെഫിയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ സ്റ്റെഫിക്ക് പറഞ്ഞു കൊടുക്കാം, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാനത് ഫേസ് ചെയ്തു, ഞാൻ ഓവർകം ചെയ്തു, ഞാനെടുത്ത സ്റ്റെപ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഒരു പേജ് എടുത്തിട്ടൊന്ന് എഴുതിക്കോളൂ. എനിക്ക് ഉറപ്പാണ് ഒരു 3 പേജെങ്കിലും എഴുതാനുള്ള പോസിറ്റീവ്സ് അതിൻ്റെ അകത്തുനിന്ന് ഉറപ്പായിട്ടും കിട്ടും. കാരണം എനിക്ക് ഡോക്ടർ ആന്റി ഡിപ്രസന്റ് ടാബ്ലറ്റ്സ് വരെ സജസ്റ്റ് ചെയ്തതാണ്. ആ ഒരു സ്റ്റേജിൽ നിന്ന് അത് എടുക്കാതെ ഇത്ര എത്തുന്നുണ്ടെങ്കിൽ അതിന് മൊത്തം പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഞാൻ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞേക്കും, എനിക്ക് ആൾക്കാരുടെ ആക്ച്വലി സംസാരിക്കാൻ പേടിയാണ്. ഞാൻ മിക്കവാറും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാതിരിക്കാനായിട്ട്, ഓക്കെ, എൻ്റെ അടുത്ത് ആരെങ്കിലും ഫ്രണ്ട്ഷിപ്പ് വന്നാലും ഹായ് ഹലോ അത്രയൊക്കെ പറഞ്ഞാൽ എനിക്ക് പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കാനില്ല. കാരണം എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ താല്പര്യമില്ല. അവര് എന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഞാൻ അവർക്ക് തിരിച്ച് ഓക്കെ ഇതിങ്ങനെയാണെന്ന് റിപ്ലൈ കൊടുക്കുന്നതല്ലാതെ ഞാൻ പേഴ്സണലി അവരെന്താ ചെയ്യുന്നത്, അവർ നാളെ എന്താ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരിപ്പോ എന്ത് ചെയ്യുന്നു ഒന്നും ചോദിക്കാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അങ്ങനെ ആയതുകൊണ്ട് എനിക്കിപ്പം ഈ കമ്മീഷന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പൊ അവര് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ച് അവരോട് ഡീറ്റെയിൽസ് എന്ത് ചോദിക്കണം, എങ്ങനെ പറയണം, അങ്ങനെ ആ ഒരു സ്കിൽസ് ലാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം അതൊന്ന് ജസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. വീണ്ടും ആ പഴയ ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം കൊണ്ടുവരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഡീറ്റെയിൽ ഞാൻ തരാം കേട്ടോ. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലേ, അവിടെ ഒരു പ്രശ്നമല്ല, അവിടെ നമുക്കൊരു മിസ്സിങ് ആയിട്ടുള്ളത് നമ്മുടെ ലൈഫ് ഗോളാണ്, അല്ലെങ്കിൽ ഡ്രീം എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഒരു ഡ്രീം ഉള്ള കാരണം എനിക്കതെല്ലാം ക്ലാരിറ്റി വരുത്താൻ പറ്റും. എനിക്കിത് എന്താ പറയുക, വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഇവൻ എൻ്റെ ലൈഫിൽ വേണോ വേണ്ടിയോ എന്ന് എനിക്ക് വാലിഡേറ്റ് ചെയ്യുന്നത് ആ ഡ്രീം അല്ലെങ്കിൽ നമ്മുടെ ഗോൾ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 1 ഇയർ ഗോൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 5 ഇയർ ഗോൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്യുക. അതിലോട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്തിട്ട് മുന്നോട്ട് പോവുക.
അപ്പോൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ അവന് ഗുണം വേണം, അല്ലെങ്കിൽ എനിക്ക് ഗുണം വേണം. അല്ലാണ്ട് ഒരാൾ നമ്മുടെ ലൈഫിൽ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ വാലിഡേറ്റ് ചെയ്യുക. എന്നിട്ട് സർക്കിൾ ബിൽഡ് ചെയ്യുമ്പോൾ, കണക്ഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്കും കണക്ഷൻ ഉണ്ട്, പക്ഷേ എനിക്ക് കണക്ഷൻ എല്ലാവർക്കും അറിയാം. എന്നെ വിളിച്ചാൽ കിട്ടൂല, അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് അത് ചിലപ്പോൾ ഇത്തിരി കാണുന്നവർക്ക് ഇത്തിരി റൂഡായിട്ട് തോന്നും, പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കറക്റ്റ് ടൈമിൽ. കാരണം അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ് ടൈം സ്ലോട്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് വിളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 1 to 1 ഇരിക്കുന്ന പോലെ ഇത് പ്ലാൻഡ് ആണല്ലോ. നമ്മൾ നേരത്തെ ഇതൊക്കെ ലിങ്കൊക്കെ അയച്ച് അതുവഴി ബുക്ക് ചെയ്ത് എൻ്റെ ഫ്രീ ടൈം നോക്കിയിട്ടാണ് സ്റ്റെഫി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ഈ ടൈം ഞാൻ സ്റ്റെഫിക്ക് വേണ്ടിയാണ് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ആവും. ഞാൻ സ്റ്റുഡൻസ് തമ്മിലാണെങ്കിലും, ഇപ്പോൾ സ്റ്റെഫിയും ഫ്രണ്ട്സും തമ്മിലാണെങ്കിലും, അല്ലെങ്കിൽ മാനേജേഴ്സ് തമ്മിലാണെങ്കിലും, അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മുടെ സർക്കിളിനകത്തോട്ട് കയറ്റുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിലെല്ലാം. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കാര്യം ഒന്ന് എടുത്ത് നോക്ക്. കുറേ 1 to 1 ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പം ഏകദേശം 10-12 1 to 1 കഴിഞ്ഞു. എല്ലാവർക്കും ഇതേപോലെ തന്നെ നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ടൈം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഡേ ടൈമിൽ നിന്നൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ പോലും എൻ്റെ ടൈം വേസ്റ്റ് ആക്കിയിട്ടില്ല. നിങ്ങൾക്കൊരു ലിങ്ക് അയക്കാൻ, നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാൻ ലിങ്ക് അയച്ചു തരും. പിന്നെ ഞാൻ പറയേണ്ടി വന്നിട്ടില്ല ആ സമയത്ത് കയറി. സ്റ്റെഫിക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ ഈ ടൈമിൽ ഉണ്ടാവുന്നത് സ്റ്റെഫി അസ്യൂം ചെയ്തതല്ലേ. കാരണം സാർ കഴിഞ്ഞ മീറ്റിംഗിൽ അത് എടുത്ത് പറയുകയും ചെയ്തു. എനിക്കാണെങ്കിൽ ആരും അത് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടില്ല, എനിക്കൊരു നോട്ടിഫിക്കേഷൻ പോലും അയക്കേണ്ടി വന്നിട്ടില്ല. അവർക്ക് ആ ലിങ്ക് കിട്ടി, അവർ ജോയിൻ ചെയ്തു എന്നുള്ളത്. പക്ഷെ ഞാൻ സാറിന്റെ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് മെയിൽ ആക്ച്വലി വന്നില്ല. ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചു. അപ്പൊ സാറിന് മെയിൽ വന്നിട്ടില്ല. സാറിന്റെ അടുത്ത് ഇനിയിപ്പോ ചോദിക്കുന്നത് എങ്ങനെയാ? എന്നിട്ട് ഞാൻ പിന്നെയൊക്കെ മെയിൽ ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ ജങ്ക് മെയിൽസിൽ കയറി ചെക്ക് ചെയ്തപ്പോ അതിനകത്ത് വന്ന് കിടക്കും. പിന്നെ അതിൽ നിന്ന് അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ സാർ അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായാലും മെയിൽ വന്നു കാണും. പക്ഷെ മെയിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. പിന്നെ ആ ജങ്ക് മെയിൽസിൽ സെർച്ച് ചെയ്തപ്പോഴാണ് അത് കിട്ടിയത്. അങ്ങനെ അപ്പോൾ നമ്മുടെ ക്വാളിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് നല്ലതാണ്. അതായത് പക്ഷെ എല്ലാവരും ക്വാളിറ്റി ഉള്ളവരാവണം എന്ന് നിർബന്ധം പിടിക്കരുത്. അങ്ങനെയുള്ളവരാണെങ്കിൽ പതുക്കെ അങ്ങ് ഒഴിവാക്കി വിടും. അത് അവർക്ക് തന്നെ മനസ്സിലാവും. അത് നമ്മൾ ഭയങ്കര പ്യുവറായിട്ട് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഭയങ്കര പ്യുവറാണ്, നമ്മൾ ഇങ്ങനെയാണെന്ന് നമ്മൾ അനൗൺസ് ചെയ്തു. അപ്പോൾ ആവശ്യമില്ലാത്തവരൊക്കെ ഇങ്ങനെ പോകും. ചിലപ്പോൾ 2 ദിവസം നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് പിന്നെ നമ്മൾ കോൺടാക്ട് ഇല്ലാതെ അങ്ങനെ. അതിൻ്റെ ഒരു മാജിക്കാണ്. ഇപ്പം എനിക്ക് ആ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും ഞാൻ അറിയുന്നില്ല. അവർ വീക്കിലി മീറ്റിൽ കയറുന്നില്ലായിരിക്കും, അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ലായിരിക്കും. അത് തന്നെ എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. മനസ്സിലാകുന്നുണ്ടോ? അവർ നെഗറ്റീവായിട്ട് എൻ്റെ നേരെ വരില്ല. കാരണം നമ്മൾ കൃത്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഒന്നും ചെയ്യാൻ പറ്റൂല. അതാണ്. അതിൽ വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ ഈ ഒരു കാര്യത്തിൽ? ഒരുവിധം ക്ലാരിറ്റി വന്നില്ലേ? അപ്പോൾ ആ ഒരു ഗോള് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ വർക്ക് ചെയ്യാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും അടുത്തൊരു 10 വർഷം ഒക്കെ കഴിയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ എവിടെയായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇത് മാറും കേട്ടോ. നമ്മൾ അച്ചീവ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ വേറെ കിട്ടുന്ന സമയത്ത് ഇത് മാറ്റം വരും. ടെക്നോളജി മാറുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ 2 വർഷത്തിലപ്പുറം ഒന്നും പ്ലാൻ ചെയ്തെന്ന് പറയുന്നത്. കാരണം ടെക്നോളജി ഡ്രാസ്റ്റിക്കലി മാറുക. പക്ഷെ എപ്പോഴും ഒരു വിഷ്വലൈസേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ലൈഫിൽ. അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ വർക്കൗട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു സ്റ്റേജ് പരിപാടി ഉണ്ടായപ്പോൾ ഞാനത് പറഞ്ഞത് അതെങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എത്ര വർഷം ജീവിക്കും എന്നൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ചിലർ 60 വർഷമായിരിക്കും, 90 വർഷം, 100 വർഷം, 150 വർഷം. നമുക്ക് ഇഷ്ടമുള്ള പോലെ വിഷ്വലൈസ് ചെയ്യാം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ബെഡിൽ ഒന്നും കൈ പോലെ അനക്കാൻ പറ്റാതെ ബെഡിൽ വെറുതെ കിടന്ന് മരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് മരിക്കാം. ആലോചിച്ച് നോക്ക്, 2 ഓപ്ഷനല്ലേ നമുക്കുള്ളൂ. ഇതിൽ ഏത് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? രണ്ടാമത്തെ ഞാനാണ് ഓപ്ഷൻ. അത് ആരാണെങ്കിലും രണ്ടാമത്തെ ഓപ്ഷൻ പറയുള്ളൂ. ഒരാൾക്കും ഇതുപോലെ ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കാൻ താല്പര്യമില്ല. പക്ഷെ അവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഓപ്ഷൻ ആണെന്ന് നമുക്കറിയാം, പക്ഷെ എന്ത് ജോലി ചെയ്യുമെന്ന് നമുക്കറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ക്ലാരിറ്റി വരുത്തേണ്ടത്. അത് ചെറുപ്പം മുതലേ നമ്മുടെയൊക്കെ പ്രായത്തിൽ ക്ലാരിറ്റി വരുത്തുകയാണെങ്കിൽ ഭയങ്കര ബെറ്ററാണ്, ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് നമ്മളവിടെ എത്തും ഉറപ്പായിട്ടും. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ അറിയാമല്ലോ, കുറേ റിട്ടയർ ആയിട്ടുള്ളവർ അവരൊക്കെ വരുന്നത് ആക്ച്വലി അവരുടെ ആ ഒരു മൈൻഡ്
ഇതാണ് ഈ പറയുന്ന കാര്യമാണ്, എക്സാക്ട്ലി ഇത് തന്നെയാണ്. അവർ ആ പ്രായത്തിൽ ആണ് തിരിച്ചറിഞ്ഞത്, പക്ഷെ നമുക്കൊക്കെ നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെറ്റർ. അപ്പൊ അതങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്ക്. നമ്മളൊരു ജോലി ചെയ്യാൻ പോകും മരണം വരെ, അതെന്തായിരിക്കും? അത് നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു ജോലിയായിരിക്കും. ചിലപ്പോൾ അതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. ഇക്കിഗായി ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആ ബുക്ക് കഴിഞ്ഞ തവണ ബുക്ക് ഫെയറിൽ കണ്ടപ്പോ എനിക്കത് വാങ്ങിക്കണം പക്ഷെ എനിക്ക് പാരന്റ്സ് മീറ്റിംഗ് കണ്ടായിരുന്നാണ്, അന്ന് എനിക്ക് മേടിക്കാൻ പറ്റില്ല. എനിക്ക് അത് മേടിച്ചിട്ട് വായിക്കണം. അതൊന്ന് വായിച്ചു നോക്കിക്കോ. യെസ്, ഇപ്പൊ ഇതെല്ലാം ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഇതേപോലെ റിവാർഡ് വരുന്ന സമയത്ത് ഞാൻ ഫോളോ അപ്പ് ചെയ്യും. ഞാൻ ചോദിക്കും എന്താ ഇതിൻ്റെ ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഇല്ല സർ, ഞാൻ ഒരുവിധം എല്ലാം പറഞ്ഞതാണ്. വേറെ എന്താ, ഇപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ചാനലൊക്കെ കണ്ട് കുറേ പേര് ഇപ്പോൾ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച്? എനിക്ക് ഓപ്പൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ പരസ്യം കാണുമ്പോൾ കാണുന്നവർക്ക് എന്താ ഫീൽ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഭയങ്കര പ്രതീക്ഷിച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക. എൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ചോദ്യം ഇതാണ്: അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് എന്താണ് ഫീൽ? പ്രതീക്ഷിക്കുന്ന കാര്യം കിട്ടുന്നുണ്ടോ? ഓക്കെ, കുറെ പേര്, ഞാൻ പറയാം സർ, കുറെ പേര് ഇപ്പം ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പം അവർ 1-to-1, ഇപ്പം നമ്മൾ മീറ്റ് ചെയ്യുന്ന കണക്ക് 1-to-1 ക്ലാസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പം സാറിന്റെ ലിങ്കിൽ കയറി, നമ്മൾ ആ വാട്സാപ്പ് ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ സാർ അതിൽ ക്ലിയർ ആയിട്ട് മെസ്സേജസ് നമുക്ക് അയച്ചു തരുന്നുണ്ട്. അതിൽ ഓരോ വീഡിയോസിലും സാർ ക്ലിയർ ആയിട്ട് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്, സാറിന്റെ ഗോൾ ഇതാണ്, സാർ ഇതൊക്കെയാണ് നമുക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ക്ലാസ്സിലൂടെ ഇതൊക്കെയാണ്, നിങ്ങൾ ഇത് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസ് സാർ കൊടുക്കുന്നുണ്ട്. അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽസ് തന്നിട്ടാണ് സാർ ക്ലാസ് എടുക്കുന്നത്. അതൊന്ന്. രണ്ടാമത്, നമ്മൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് നമുക്ക് ബേസിക്സ് നമുക്ക് പഠിക്കാനാണെങ്കിൽ, ഇപ്പം ഓൺലൈൻ ക്ലാസ് ഞാൻ പറഞ്ഞു, ഇപ്പം സാർ ഇത് കണക്ക് മീറ്റ് ചെയ്യുന്നതല്ല. അപ്പം അങ്ങനെ വരുന്നവരാണെങ്കിൽ അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് വരാതിരിക്കുക, ഒന്ന്. രണ്ടാമത്, ക്ലാസ് പറഞ്ഞ റെക്കോർഡ് ക്ലാസ് ആക്ച്വലി ലൈഫ് ടൈം ആക്സസ് ഉള്ള റെക്കോർഡ് ക്ലാസ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം നമുക്ക് ഒരു ചാപ്റ്റർ നമ്മൾ എവിടെയെങ്കിലും വിട്ടുപോയി, നമുക്കത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ റെഗുലർ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ഒരു തവണ കേട്ട് നമ്മൾ ആ ടോപ്പിക്ക് വിട്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് ആണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് അവിടെ പോയി, നമുക്ക് ആ ടോപ്പിക്ക് പിന്നെ ഒരു ലൈഫിൽ കിട്ടണമെന്നില്ല. പിന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് റിപ്പീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പറഞ്ഞാലോ നമ്മൾ ആ മിസ്റ്റേക്ക് വരുത്തുന്ന കണ്ടാലോ ഒക്കെ ആയിരിക്കും അവർ പറയുന്നത്. ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ മിസ്റ്റേക്ക് വരുത്തുന്നെങ്കിൽ നമ്മളെ ആ മിസ്റ്റേക്കിൽ കറക്റ്റ് ചെയ്യാൻ ആരും കാണത്തില്ല. അപ്പം നമുക്ക് ആ റെക്കോർഡിംഗ് സെഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ക്ലാസ് നമുക്ക് എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് കണ്ട് നമുക്കത് ലേൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടത് ലേൺ ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനും നമുക്ക് പറ്റും. അതും നമുക്കിപ്പോ ഫേസ്ബുക്കിലുള്ള നമ്മളുടെ ഫ്രണ്ട്സ്, അവര് മാക്സിമം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മൾ എത്ര പൊട്ട പിക്ചർ വരച്ചിട്ടാലും അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതിൽ നമുക്ക് ഓക്കെ, നമ്മളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് തരുന്ന ഒരുപാട് പേരുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. റെക്കോർഡിംഗ് ക്ലാസ് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. കാരണം നമുക്ക് അതാണ് ഒരു പോയിന്റ്, മെയിൻ പോയിന്റ് ഇതാണ്, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാം. നമ്മളൊരു ആക്ച്വൽ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. ആക്ച്വൽ ക്ലാസ് ആണെങ്കിൽ നമുക്ക്, ഇപ്പൊ ഞാൻ ടീച്ചർ ആയതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരു 40-50 മാക്സിമം ഒരു 80% പിള്ളേരെ അതിൽ ശ്രദ്ധിക്കും. ബാക്കി 20% ഒന്നും കിട്ടത്തില്ല. അവർക്ക് കിട്ടുവാണെങ്കിൽ അവർക്ക് ആ ഒരു 20% കിട്ടുന്നതല്ലാതെ അവർക്ക് ആ 80% ഓഫ് ദ ക്ലാസ് അവർക്ക് കിട്ടത്തില്ല. റെക്കോർഡഡ് ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനും കോൺസെപ്റ്റ് കുറച്ചുകൂടെ റിവൈസ് ചെയ്യാനും ബാക്കി പഠിച്ചെടുക്കാനും ഒക്കെ റെക്കോർഡഡ് ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ അതിൽ തരുന്ന അസൈൻമെന്റ്സ്, കുറെ പേര് അതിൽ തരുന്ന അസൈൻമെന്റ്സ് മാത്രം വരച്ചിടാൻ നോക്കുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് സെർച്ച് ചെയ്ത് നമ്മളുടേതായ ഇൻപുട്ട്, നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന പിക്ചേഴ്സ് കണ്ടുപിടിച്ച് നമ്മളുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അത് വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതും ഞാൻ ഈ ക്ലാസ്സിൽ വന്ന് പഠിച്ചൊരു കാര്യമാണ്. കാരണം സാറ് ഇട്ടേക്കുന്ന പല പിക്ചേഴ്സും നമ്മളുടെ ഒരു ലെവലിൽ ഉള്ള പിക്ചേഴ്സ് അല്ല. ചില പിക്ചേഴ്സ് ഒക്കെ, ഇപ്പം കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞു, നമ്മൾ ആ ടുലിപ്പിന്റെ പിക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് ഗ്രേഡിയന്റ് മാറ്റിയിട്ട്, ആക്ച്വലി മുന്നേ അങ്ങനെ വരയ്ക്കാൻ വന്ന കുറെ പോർട്രേറ്റ്സ്, അയ്യോ ഇതിന്റെ ലൈറ്റ് ശരിയല്ലോ, എനിക്ക് ഇത് ഇത്ര ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. അപ്പം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ആക്ച്വലി അത് യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് വേണ്ടുന്ന ഷെയ്ഡിൽ ആ ഒരു പിക്ചർ ആക്കി എടുത്തിട്ട് നമുക്കത് വരയ്ക്കാം.
അപ്പം സാറിന്റെ ക്ലാസ്സിൽ വന്ന കുറെ പിക്ചേഴ്സ് ആദ്യമേ നമുക്ക് അസൈൻമെന്റ് ആയിട്ട് തന്നേക്കുന്ന പിക്ചേഴ്സ് ഒക്കെ അങ്ങനത്തെ പിക്ചേഴ്സ് ആണ്. കുറെ വൈറ്റ് സ്പേസും ബാക്കി കുറെ ഡാർക്ക് സ്പേസും ഒക്കെ വരുന്ന അങ്ങനത്തെ കുറെ ഷെയ്ഡിങ് വരുന്ന പിക്ചേഴ്സ് ആണ്. അപ്പൊ നമ്മളത് ആദ്യത്തെ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് അയ്യോ എനിക്കത് വരയ്ക്കാൻ പറ്റുന്ന തോന്നുന്ന ടൈപ്പ് പിക്ചേഴ്സ്, ആ പിക്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ ആ പിക്ചേഴ്സ് അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള പിക്ചേഴ്സ് നെറ്റിൽ സാർ ഇപ്പം പിൻട്രസ്റ്റ് അല്ലാതെ ഒരുപാട് സൈറ്റ്സ് സാർ തന്നെ അന്ന് മീറ്റിംഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ സൈറ്റ്സിൽ കയറിയാണെങ്കിൽ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള പിക്ചേഴ്സ് എടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, വരച്ച് ഇപ്പം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരച്ച് പോസ്റ്റ് ചെയ്യാനും വരച്ച് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. അത് ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു ബെനിഫിറ്റ് ആണെന്ന് ഞാൻ പറയും. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക്. അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വെച്ചാല് നമ്മളിപ്പം നമ്മളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇടുമ്പോൾ അതിൽ നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സ് കാണും, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ നമ്മളിപ്പോ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളപ്പോ വേൾഡ് വൈഡ് ഉള്ള പല സ്ഥലത്തിരിക്കുന്ന ആൾക്കാരെ നമ്മളുടെ കാണുന്നു. അപ്പം അവര് നമ്മുടെ പിക്ചർ കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ പലരും കാണുന്നു. ചിലപ്പോൾ ഞാൻ വരച്ച് നന്നായിരിക്കത്തില്ല, പക്ഷെ എന്നാലും അവർ നല്ലത് പറഞ്ഞു. ഇപ്പം നമ്മൾ ചെയ്തൊരു കാര്യം നല്ലതല്ലെങ്കിൽ പോലും ഒരാൾ നമ്മുടെ അടുത്ത് നല്ലത് പറയുന്നത് നമുക്ക് അതൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്, അല്ലേ? നമ്മള് ചിലപ്പോ അതിനകത്ത് കൊടുത്ത ഇൻപുട്ട് കുറവാണെങ്കിലും ഒരാൾ പോസിറ്റീവ് പറയുമ്പോൾ നമുക്കത് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നത്. അപ്പൊ നമ്മൾ ആ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മൾ വരയ്ക്കുന്ന പിക്ചറിൽ കൊടുക്കുന്ന ഇൻപുട്ട് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അതിലൊരു പോസിറ്റീവ് നോട്ട് തരുമ്പോൾ നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അത് നമുക്ക് ലൈഫിൽ ആക്ച്വലി ഭയങ്കര ചേഞ്ച് ആണ് അത് വരുന്നത്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സാറിന്റെ ക്ലാസ് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താനും വന്നതും ഒക്കെ ആ ഒരു ക്ലാസ്സിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ഇപ്പൊ എന്തായാലും ഈ ഒരു മീറ്റിംഗ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ എന്തായാലും പറയുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. ഇതൊന്നും പറയുന്ന പോലെ കറക്റ്റ് സാധനങ്ങളൊന്നുമല്ല, അതൊക്കെ നമ്മുടെ ലൈഫിലൂടെ എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നതാണ്. വ്യക്തികൾക്കനുസരിച്ചിട്ട് മാറും. നമ്മുടെയാണ് എല്ലാ എക്സ്പീരിയൻസും. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ആക്ഷൻ എടുക്കുമ്പോഴാണ് റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആക്ഷൻ എടുക്കാതെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം എന്തായാലും എൻ്റെ ഒരു ഇത് കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറയാനുള്ള കാര്യം, സ്റ്റെഫി നല്ലൊരു ഗോള് ലൈഫിൽ സെറ്റ് ചെയ്യുക, ഒരു ഡ്രീം സെറ്റ് ചെയ്യുക, അങ്ങ് ചേസ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ഒരു ഗെയിം പോലെ വരും. ഒരു ഡ്രീം ചേസ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഒരു ഗെയിം പോലെയാണ്. ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആവും, വീണ്ടും കയറും ഓടും, വീണ്ടും കയറും ഓടും. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ മൈൽ സ്റ്റോൺസ് നമുക്ക് കിട്ടും, അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന. അതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ലൈഫിൽ വരുന്നുണ്ടായിരിക്കുക, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഞാൻ വൈൻഡപ്പ് ചെയ്തേക്കട്ടെ. യെസ്, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.